Y ya se fue mi amor. Ragatukupa, tukupa. Ragatukuta, tukupa. Se fue mi amor. ഒരു ഉമ്മതടി മതി മതി മതി. ആ വാടി അങ്ങോട്ട് പോവാം. അയ്യോ ഇവനാണ് വാടി പോകാം. വീര 6 റൗണ്ട് ഓടി. നാളെ നോക്കാം. വാവ് ബ്യൂട്ടി ഗേൾ. അയ്യോ അറിഞ്ഞോണ്ട് ചെയ്തല്ലേ, സോറി കേട്ടോ. സാരമില്ല മോളെ സാരമില്ല. ഇയാൾക്കിത് വട്ടാ. വളരെ നന്ദിയുണ്ട്. ആ പെണ്ണും പിള്ളയെ കണ്ടിട്ട് ആന്റിയെ പോലെ ഉണ്ട്. അതാണ് ബ്യൂട്ടി. നിനക്കത് ആന്റി ആയിരിക്കും, എനിക്കത് ബ്യൂട്ടിയാ അവള്. എവിടെ തിരിഞ്ഞാലും ഓർമ്മതൻ ഭിത്തിയിൽ ഒരു മുഖം മാത്രം, ഒരു ചിത്രം മാത്രം. ഡേസി 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 ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ. ഇയാളുടെ ഒരു കാര്യം. മത്തായി എന്നാ പോട്ടെ. ആ വിട്ടോ വിട്ടോ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. എടാ കാർത്തി, ഒന്ന് ഇങ്ങോട്ട് വാടാ. എന്തൊന്ന് കുളിയാ? നിന്റെ കണ്ണിന്റെ അകത്തെന്തോ കുരുവാണോ? ഞാൻ കുളിക്കാൻ പോയ 2 മണിക്കൂറാന്ന് നിനക്ക് അറിയത്തില്ലയോ? ചുമ്മാ പെണ്ണുങ്ങളെ പോലെ. പോടാം മരപ്പെട്ടി തല. ഇതെന്താ ഒരു പ്രത്യേകതരം മണം? ഇനി ഫോറിൻ ഷാമ്പു ആണോ? പതയം വന്നില്ല. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ താഴമ്പൂവോ താമരപ്പൂവോ. ഒരു കാര്യം പറയാം, എന്റെ ഭർത്താവിന്റെ അടുത്ത് ഈ മാസം വാടക തരാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ പോലെ ലേറ്റ് ആയെങ്കിലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഈ മാസം കറക്റ്റ് ആയിട്ട് തന്നേക്കാം മത്തായി. തരുമല്ലോ അല്ലേ? ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ താഴമ്പൂവോ താമരപ്പൂവോ. ആഹാ അടിപൊളി മണം. വെറുതെ ഇരിക്കടാ. നല്ല സാധനമാണേ, ചുമ്മാ ഇരിക്കട്ടെ. എടാ മദനെ, അതെ ഈ മാസത്തെ വാടകയില്ലേ ഓരോരുത്തർക്കും 3110 രൂപയാ. കാർത്തികേ നിന്നോടും കൂടെയാ. എന്താ മത്തായി മാസം മാസം വാടക കൂട്ടി കൂട്ടി പോകുന്നു? മാസം തോറും കറണ്ട് ബില്ലും കൂടുന്നില്ലേ? അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കോതും.
മേലുദ്യോഗസ്ഥൻ പറഞ്ഞ കേൾക്കണ്ടേ? പോവാൻ പറഞ്ഞില്ലേ? ദേ വന്നല്ലോ. പോവാണെങ്കിൽ പോയിട്ട് വേഗം വരണം. സാറേ, ഞാനാണ് സാറേ വാങ്ങിയത്. സാർ വേണ്ട സാർ. സാർ പ്ലീസ് സാർ, വേണ്ട സാർ. പ്രോട്ടീനാടാ, കഴിക്കടാ. ഇല്ല സാർ, വേണ്ട സാർ. കഴിക്കടാ. സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം സാർ. നമ്മളെ ഇവന്മാരെ വിടുന്ന ലക്ഷണമില്ല, അല്ലെങ്കിൽ തന്നെ അടി വാങ്ങിച്ച് മടുത്ത്. ഡോ, കണ്ടില്ലേ മുട്ടായി കൊടുത്ത് കറക്റ്റ് ചെയ്തത്? ഇൻസ്പെക്ടർ അവൻ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, അത് യൂസ് ചെയ്യണം. നീ ഇൻസ്പെക്ടർ ചോദിച്ചാലേ പറയുള്ളൂ, ഞാനൊന്നും ചോദിച്ചാൽ പറയില്ലേ? ചവിട്ടി കൂട്ടിയാലേ നീയൊക്കെ പഠിക്കൂ. നേരാൻ വണ്ണം ചോദിച്ചാൽ പറയില്ല. എന്താണ് തുറച്ചു നോക്കുന്നത്? ഇടിച്ച് ചങ്ക് കലക്കും ഞാൻ. സാർ പറയൂ സാർ. അവസാനമായിട്ട് ഒരു സ്ഥലം വാങ്ങിച്ചില്ലേ, ഒരാളുടെ സഹായം ഇല്ലാതെ വാങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, ആരാത്? നമ്മുടെ അഭയരാജ സാർ അവൻ. അവനെ വിളിച്ചോണ്ട് ഗ്രൗണ്ടിലോട്ട് വാ. ഓ, വന്നേക്കാം സാർ. സാറേ നമസ്കാരം സാർ. ഞാൻ പറഞ്ഞല്ലേ ആ ചെറുക്കൻ ഇവനാണ്. നമസ്കാരം സാറേ. എന്താടോ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യോ? തീർത്തു തരാം സാർ. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച സ്ഥലത്തിന്റെ അടുത്തുള്ള സ്ഥലം എന്റെ മരുമോൻ ആവശ്യമുണ്ട്. ഓണറിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് ഫേവറേറ്റ് അങ്ങ് തീർത്തേക്കണം. സാറേ ഇവൻ നമ്മുടെ ചെറുക്കൻ, അവൻ നോക്കിക്കോളും. ഓക്കെ, നാളെ നമുക്ക് ബാറി വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ. തനിക്ക് ഭ്രാന്തുണ്ടോ? എന്തിനാ അയാളെ കൊന്നത്? എടോ കിറുക്ക, അയാൾ എങ്ങനെ ഷൂട്ട് ചെയ്തത്? സാറ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ സമയം നോക്കി സിഗ്നൽ കാണിച്ച് വെടിവെക്കാൻ പറഞ്ഞു വെച്ചു. ഇപ്പോഴും അതുപോലെ ആയിരിക്കും എന്ന് കരുതി സാറേ ഞാൻ. എടോ, ഞാൻ വെറുതെ സമയം ഒന്ന് നോക്കിയതല്ലേ. എനിക്കത് മനസ്സിലായില്ല സാറേ. എടോ, എങ്ങനെ ഞാൻ ഈ സ്ഥലത്തിന്റെ കാര്യം കൈകാര്യം ചെയ്യും? അതൊന്നും ഒരു പ്രശ്നമല്ല സാറേ. ഇവനെ പോലെ 99 പേരുണ്ട്. ഞാൻ നോക്കിക്കോളാം സാറേ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സാറ് വിട്ടോ. സോറി ബ്രദർ, മിസ്റ്റേക്ക് ആയിപ്പോയി. ആളെ കണ്ടിട്ട് ഏറ്റവും വലിയ മൊബൈൽ വാങ്ങാൻ വന്നവനാണ് തോന്നല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ഒരു മൈൻഡും ഇല്ലല്ലോ. നമസ്കാരം സാറേ. മൊബൈലേ ഹാങ് ആയി. എവിടോട്ടാ കൊണ്ടുപോണ്ടേ? എന്ത് ഹാങ് ആയെന്നോ? മൊബൈല് ഹാങ് ആയി. എങ്ങോട്ടാ ഇത് കൊണ്ടുപോകുന്നത്? ഊളംപാറയ്ക്ക് പോടാ. അങ്ങോട്ട് പോ. എവിടോട്ടാ? അവിടെ ചെല്ല്. അങ്ങോട്ടോ? ആ. ഹാങ് ആയെന്നോ? വർക്ക് ആവുന്നില്ല. എന്നാ സോഫ്റ്റ്വെയർ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണോ? ഇവിടെ വെയിറ്റ് ചെയ്യണ്ടേ? ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. സാർ അതൊന്നും തുടരുത്, അവിടെ വെച്ചേക്ക്. ഓ, എടുക്കരുതോ? പണി കഴിഞ്ഞു. ശരിയായി കേട്ടോ. ശരിയായോ? എന്നാ ശരി, ഞാൻ പോവാ. സാറേ ചാർജ് 150 രൂപയെ ഇവിടെ പേ ചെയ്യണം. അമ്മോ. എടാ അളിയാ. എന്താടാ? എടാ വച്ചു, വേണ്ടാത്ത കാര്യത്തിൽ കയറ്റി എന്താടാ നോക്കാൻ ഇത്? നല്ല തിടുക്കാണല്ലേ വച്ചു. കൊരങ്ങനെ പോലെ ഇരുന്നിട്ട് അവൻ കാണുന്ന പടങ്ങളൊക്കെ കണ്ടു. അയ്യേ, ഇങ്ങനത്തെ പടമൊക്കെയാണോ അവൻ കാണുന്നത്? ഞാനിത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. നന്നായിരിക്കുമല്ലേ? ഈ പടമൊക്കെ നേരത്തെ 2 പ്രാവശ്യം കണ്ടതാ. കൂതറ സാധനോടാ. ഇനി എന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ അങ്ങോട്ട് വരും. എന്താണ് ഈ കിഴവൻ ചുഴലി വന്ന പോലെ കൈയിട്ട് വിറപ്പിക്കുന്നത്? എന്താ മത്തായി, സൂയിക്കാണല്ലോ അങ്ങ്. കണ്ണു വയ്ക്കല്ലേ കാർത്തികേ. ഇനി എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ അങ്ങോട്ട് വരും, അവിടെ മുകളിലേക്ക് വരും. എടാ അളിയാ, ഞാനൊരു നടനാകാൻ പോയി. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ ഞാൻ പ്രാന്തനാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല.
എടാ നിനക്ക് ഒട്ടും നാണോ മാനോ ഇല്ലേടാ? അതേമേ, നീ എന്ത് ഭാവിച്ചോണ്ടാ കാശ് ഇത് ചോദിക്കുന്നത്? കാറ്റ് കോഴ്സിന് വേണ്ടിയാ. ഒരു 10,000. അപ്പൊ ഇതിനു മുമ്പ് തൊലച്ചതോ? അത് പിന്നെ നെറ്റ്വർക്കിംഗ് കോഴ്സ്. 10,000 വേണോ? ആ, അതെ, മേ. 10 കാശ് അടച്ചിട്ട് തരാൻ വാ, പറ്റില്ല. മത്തായി. നിനക്ക് ഒരു പണി ശരി, മേ. അമ്മ ഒരു അക്കൗണ്ടിലിട്ടേക്ക്. ഞാൻ പിന്നെ കാര്യം വിളിക്കാം. പിന്നെന്തിനാ? ചേട്ടാ ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ. 2 ദോശ 2 പൊറോട്ട. നമസ്കാരം ചേട്ടാ. ഇങ്ങോട്ട് വാ. എടാ, അവനെ വിട്ടടാ. അവനെ വെറുതെ വിട്ടേടാ. പാവം ചെറുക്കനല്ലേ അവൻ. അവനൊന്നും ചെയ്യില്ലേ? എന്തായി കാണിച്ചു കൂട്ടുന്നത്? എടാ നീയൊക്കെ എന്താ വായി നോക്കി അവന്റെ നിൽക്കണത്? തലയ്ക്ക് സുഖമല്ല. ഞങ്ങൾ അവന് വേണ്ടി എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അയ്യോ. എന്നാ താനും അയാളുടെ കൂടെ പോ. വെളിയിലോട്ട് അളിയ നീ നടനാവുകോടെ? എത്ര വലിയ കാര്യമാണെന്നറിയാവോ അത്? പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ കൾച്ചറൽസിൽ നീ നന്നായിട്ട് അഭിനയിച്ചു എന്നും പറഞ്ഞോണ്ട് പിള്ളേർ ചൂട് കയറ്റിയതൊക്കെ എടുത്ത് തലയെ വെച്ചിട്ട് ഈസി ആണെന്ന് വിചാരിച്ചോ അഭിനയിക്കുന്നതൊക്കെ? എന്തെങ്കിലും ഒന്ന് പറയും മത്തായി. എടാ ചുമ്മാരിടാ. രാവിലെ മുതലേ കണ്ണാടി മുമ്പിൽ നിന്ന് അഭിനയിച്ചോണ്ടിരിക്കായിരുന്നു. ഇവന്റെ പോക്ക് കണ്ട് ഇവനൊരു ഹീറോ ആവുന്ന തോന്നുന്നത്. ഈ മത്തായിയാ ഇവനെ പിരികേറ്റുന്നത്. വല്ല പണിക്കും പോവാൻ ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ടടത്ത് നീ ഡയലോഗ് അടിക്കാല്ലേ? നിനക്കെന്താ? 2 കോന്തന്മാര് പെട്ടുപോയി കഷ്ടകാലത്തിന് മൊബൈൽ ഷോപ്പ് വെച്ചു. പോടാ. ഡാ അവർ രണ്ടുപേരും മാത്രമല്ല പൈസ ഇറക്കിയത്. എൻ്റെ വീട്ടിൽ നിന്നും ചക്കച്ചുള പോലെ പൈസ കടം മേടിച്ച് ഇറക്കിയിട്ടുണ്ട്. എനിക്കെന്തിനാ ആവശ്യമില്ലാത്ത പരിപാടി? ആദ്യം തിന്നേന്റെ കാശ് കൊടുക്കുന്നു. മത്തായി മലനടിച്ച് വിടല്ലേ, പിടിച്ചിരുന്നോ? നീ മര്യാദ പിടിച്ചോണ്ടിരുന്നാ മതി. ആരാ ഈ നേരത്ത് ഈ കൊച്ചു എളുപ്പകാലത്തൊന്ന് ശല്യം ചെയ്യാനായിട്ട്? ആരായിരിക്കും? ഹൗസ് ഓണറോ? ഇനിയിപ്പോ എന്താണാവോ സംഭവിക്കാൻ പോണത്? അയ്യോ മദനെ, കാർത്തികേ, ഹൗസ് ഓണർ വന്നേക്കണ്ട. എഴുന്നേക്കടാ, ഒന്ന് എഴുന്നേക്ക്. വേഗാവട്ടെ. ബാത്റൂമിൽ ഒളിച്ചിരിക്ക്. എനിക്ക് പോ. എന്റെ മത്തായി ബാത്റൂമിലൊക്കെ ഞാൻ പിന്നെ പൊക്കോളാം. എനിക്ക് ഉറക്കം വരുന്നുണ്ടല്ലോ. ഇപ്പൊ ചാടി എഴുന്നേക്കും. എഴുന്നേക്കടാ, പോടാ. അയലിപ്പോ മുറിയിലേക്ക് കേറി വരും. ഒന്ന് വേഗം ഞങ്ങൾ എന്തിനാ വിളിച്ചിരിക്കുന്നത്? എഴുന്നേക്ക്. എടാ ഒന്ന് എഴുന്നേക്കാൻ. നിങ്ങളിപ്പോ ബാത്റൂമിലേക്ക് പോയില്ലെങ്കിലല്ല നമ്മളെ മൂന്നേനെ ഇറക്കി. വാതിൽ തുറക്കാൻ എന്താ എത്ര സാറേ താമസം? ഞാൻ കുളിക്കായിരുന്നു സാറേ. ഓഹോ. അയ്യോ ഇയാളെ ഞാൻ എങ്ങനെ ഇപ്പൊ കൈകാര്യം കുഴപ്പമില്ല. ചെയ്യുന്നില്ലല്ലോ വീടിനൊരു വൃത്തിയും വെടുപ്പും ഒക്കെ ഉണ്ട്. നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ? സാറേ. വീടൊക്കെ ഒന്ന് ആൾട്രേഷൻ ചെയ്ത് ഞങ്ങൾ തന്നെ താമസിക്കാന്ന് കരുതിയതാ. എന്ത് പറയാനെന്ന് പറ. എന്റെ സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എങ്ങനെ അവിടുന്ന് എനിക്ക് വീട് തന്നോ അതേപോലെ തന്നെ അങ്ങോട്ട് തിരിച്ചു തരും. എടാ ഇതിനകത്ത് എന്തോ കളിയുണ്ടല്ലോ. ഒരു നിമിഷം, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. അയ്യോ കുടുങ്ങിന്ന് തോന്നുന്നു. പുറത്തേക്ക് പോകുന്നതല്ലേ നല്ലത്. അകം മുഴുവൻ ഭയങ്കര നാറ്റ. എന്ത് നാറ്റം? മഴ വന്നിട്ടേ നിറഞ്ഞു കിടക്കുക. അതുകൊണ്ടാ, വേറൊന്നും വിചാരിക്കല്ലേ. ശരി ശരി. അയാള് പോട്ടെ, തനിക്കൊണ്ട്. ആശാനെ, വീടിനെ നന്നായി നോക്കിക്കോണം. അതൊക്കെ ഞാൻ ഏറ്റു. ബൈ സാറേ, കാണാം. ആ ആ. എന്നോടൊന്നും തോന്നരുത്. ഇത്രയും നാളായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. എന്നോട് ക്ഷമിക്കണേ. ഇതൊന്നും മറന്നുപോയെന്നോ? ഇവിടെ ഉള്ളവരെല്ലാവരുടെയും വാടക വാങ്ങിച്ച് ഓണറുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ എനിക്ക് ഇവിടെ വാടക ഇല്ലാതെ കഴിയാം. ഞാൻ നോക്കി നടത്തിയാൽ മതിയല്ലോ. അതുകൊണ്ടാ നിങ്ങളെ രണ്ടുപേരും ഇവിടെ താമസിപ്പിച്ചിട്ട് നിങ്ങളുടെ വാടക വാങ്ങി ഞാനതൊന്നും എടുത്ത് മറിച്ചുപോയി. ഞങ്ങളുടെ അടുത്തുനിന്ന് പൈസ അടിച്ചു മാറ്റി ഞങ്ങൾക്കിട്ട് തന്നെ പണിഞ്ഞു അല്ലേടോ? നിങ്ങൾ തരുന്നതൊക്കെ എനിക്ക് ഒട്ടും തികയുന്നില്ല. ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഓരോരുത്തർ തരുന്ന വാടക എടുത്ത് ഓരോ മാസവും തൂപ്പുകാരിക്കും കറണ്ട് ബില്ലിന് യൂണിറ്റിന് 5 രൂപ വെച്ച് പിന്നെ വെള്ളം അങ്ങനെ പല ബില്ലുകളും അടച്ച് ഞാൻ ജീവിതം കഴിച്ചു കൂട്ടുക. ഞാനും വിചാരിച്ച ഓണറെ സഹായിക്കാണെന്നാണേ. ഇക്കാലത്തൊക്കെ സ്വന്തങ്ങൾക്ക് പോലും 10 പൈസ കൊടുക്കാതെ ആരും സഹായിക്കില്ല. കേട്ടില്ലടാ. ഞാൻ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ട് മരിക്കുന്നതിന് മുമ്പ് തായ്ലൻഡിൽ ചെന്ന് തായ് മസാജ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹ. ഡോ മത്തായി, ഈ പ്രായത്തിൽ തനിക്ക് തായ്ലാന്റ് മസാജ് വേണം അല്ലേ? അതും ഈ ബെയർ ബോഡിക്ക്. ഇനി മേല ഞാൻ വാടക തരത്തില്ല. ഈ വാട മാത്രമേ ഞാൻ തരത്തുള്ളൂ. എന്തുവാടാ ഇത്? ഞാനൊരു നേരം പോക്കിന് പറഞ്ഞതല്ലേ വാടക തരണേ. ഞാൻ നടനാകുന്നത് ഈ കൊടയ്ക്ക് പോലും ഇഷ്ടമല്ലേ? എന്തായാലും ഞാൻ നടനാകാതെ അടങ്ങില്ല.
5 ലക്ഷം രൂപ ഓഫീസിൽ വെക്കണം. 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 5 ലക്ഷം രൂപ ഓഫീസിൽ. ഈ ഗെയിം രണ്ടുപേർക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. ഞാനുണ്ട്. സുരേഷേ, എടാ ഞാനാ. നീ വല്ല ഷോർട്ട് ഫിലിം ചെയ്യാണെങ്കിൽ എന്നോട് പറയണേ. നീ അഭിനയിക്കാൻ പോവാണോ? അതേടാ, ഇനി ഞാൻ ഇതിനകത്ത് തീർത്തിറങ്ങാൻ പോവാടാ. ഞാൻ പിന്നെ വിളിക്കാം. എന്റെ ഷോർട്ട് ഫിലിം ടീമിന്റെ കൂടെ പബ്ബിലേക്ക് പോയിക്കോട്ടെ. എവിടെയാടാ അത്? ഇവോക് ബാറിലാടാ, ട്രീറ്റടാ. നീ വരുന്നോ? ഇപ്പോഴും? അതേടാ, അടയാർ ബസ് വരാം. സ്റ്റാൻഡിൽ. ഞാൻ കാറും കൊണ്ട് വരുന്നുണ്ട്. നീ ഓക്കേടാ. കേറിക്കോ. അളിയ, നീ എടുത്ത ഷോർട്ട് ഫിലിം ഇല്ലേ, ഹെഡേക്ക് തൈലം, അടിപൊളിയായിരുന്നു. താങ്ക്സ് മച്ചു. ആ കൈ ഇങ്ങോട്ട് വന്നേ. ഇയാളും അടിപൊളിയായിട്ട് അഭിനയിച്ചു. എടാ മച്ചാനെ, നീ അടുത്ത പ്രാവശ്യം ഷോർട്ട് ഫിലിം എടുക്കുമ്പോ എനിക്കൊരു ചാൻസ് തരാൻ മറക്കരുതേ. തീർച്ചയായും മച്ചു. നിങ്ങളായിരുന്നല്ലേ ഞാൻ തന്നെ ഹെഡേക്ക് തൈലത്തിലെ ഹീറോ ആയിരുന്നല്ലേ? അത് ഞാൻ തന്നെയാണ്. സൂപ്പറായിട്ട് അഭിനയിച്ചു കേട്ടാ. എല്ലാവരും അത് തന്നെയാ പറയുന്നത്. ഈ ഹെഡേക്ക് തൈലത്തിന് ശേഷം എന്റെ മാർക്കറ്റ് ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് എത്തി എവിടെയോ പോയി. എന്തിന്? ഇപ്പോഴും ഞാനൊരു ഷൂട്ടിങ്ങിനല്ലേ പോകുന്നത്. കണ്ടൂടെ? ഷൂട്ടിങ്ങിനോ? നിന്റെ ഷോർട്ട് ഫിലിം ഹിറ്റ് ആയതിനെ ബാറിൽ പോയി പാർട്ടി വെക്കാന്നല്ലേ നീ പറഞ്ഞേ? ഇദ്ദേഹം ഷൂട്ടിങ്ങിന് പോകണമെന്നാണല്ലോ പറയുന്നത്. നീ അതോർത്ത് വിഷമിക്കണ്ടടാ മച്ചു. നമ്മൾ വെള്ളടിക്കാൻ പോവല്ലേ. ഈ മണ്ടൻ ഷൂട്ടിങ്ങിന് പോവാ. പോന്ന വഴിക്ക് ഇറക്കി വിടാം. പറഞ്ഞാൽ തല കയറണ്ടേ. മിത്രൻ, മരമുണ്ടെന്ന് പറഞ്ഞത് തെറ്റായിട്ട് എടുക്കല്ലേ. ഒരു തമാശക്ക് പറഞ്ഞതാ. എക്സ്ക്യൂസ് മീ, യെസ് സർ. ഈ ഫോൺ ഒന്ന് താഴെ വീണായിരുന്നു. വർക്ക് ചെയ്യുന്നില്ല. എന്താണെന്ന് നോക്കാമോ? സാർ, സർവീസ് അവിടെയാ. ചേടാ, ഒന്നും കാണുന്നില്ലല്ലോ. സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. എന്താണെന്ന് നോക്കാമോ? തനിക്കോ മൊബൈലിനോ? വാട്ട്? ഓ സോറി. ഐഫോൺ ആണല്ലോ. സ്പീക്കർ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. കുറച്ച് വെയിറ്റ് ചെയ്യേ. ഓക്കെ. ആ ലെനോവോ K4 എത്രയാ? K4 ആ 12,500 സർ. പൈസ കുറച്ച് കുറവാണ് സാറേ. പിന്നെ വരാം. മൊബൈൽ റെഡി ആയി കേട്ടോ. എത്രയായി? ക്യാഷിന്റെ കാര്യം അവിടെ ചോദിച്ചോളൂ. ഓ, ഹൗ മച്ച്? സർ 300 സർ. സാറ് വന്നു. അങ്ങോട്ട് പോ. സാറ് വരുന്നുണ്ട്. അടുത്തേക്ക് പോവാം. വാ, വേഗം വരികയല്ലേ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. നമസ്കാരം സർ. എടാ, നിന്നോട് ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് ഓഫീസിൽ കൊണ്ടുവെക്കാനല്ലേ പറഞ്ഞേ? ഇവിടെ എന്തിനാ എടുത്തോണ്ട് വന്നത്? സാറേ, ഞാൻ മറന്നുപോയി. എല്ലാ കാശും ബാഗിൽ തന്നെ ഉണ്ട് സാറേ. എടാ, അവൻ മറക്കുമെന്ന് കരുതിയല്ലേ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞേ. ആ സോറി സാർ. സാറ് പറഞ്ഞത് ഞാൻ ഇവനോട് പറഞ്ഞു. അവനോട് പറയാൻ പോയപ്പോ അവനൊന്ന് പറഞ്ഞപ്പോ ഞാനത് മറന്നുപോയി സാർ. എടാ, നീയെങ്കിലും പറയാമായിരുന്നില്ലടാ. സർ അങ്ങേർ കൊടുത്ത ജോലി ഞാൻ ചെയ്താ തെറ്റാവൂലേ? നീയെല്ലാം നന്നാവൂടാ. സ്വപ്നകൃഷ്ണൻ. ആ, ഞാൻ വരുന്നു സാറേ. എടാ, അയാള് മഹാ മോശമാ. മണപ്പിച്ച് കണ്ടുപിടിക്കും. ഒരു കെട്ട് മാത്രം എടുത്ത് മോളി പോയി. വെറുതെ തല കുലുക്കാതെ അവന്റെ അടുത്ത് ആ ബാഗ് വാങ്ങിച്ചു. എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ആ സാറേ, പിന്നെ കഴിക്കാൻ എന്താ വേണ്ടേ? പിന്നെ കഴിക്കാൻ ഇപ്പോഴേ എന്തിനാ ചോദിക്കുന്നു സ്വപ്നകൃഷ്ണൻ? കളിയാക്കല്ലേ സാറേ. കൊള്ളാലോ, കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ആരാണി മാഡം? അത് ആഴ്ച വരുന്ന ഒരു ക്ലയന്റാ സാറേ. ഒരു ചെറിയ പാർട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നു. അത് ശരി. ഇന്നാ സാറേ. എവിടെ വെക്കുന്നത് കണ്ടില്ലേ? അതെ അതെ, ഞാൻ പറഞ്ഞല്ലേ മുളപ്പിച്ച് കണ്ടുപിടിക്കുമെന്ന്. എന്റെ അടുത്താണ് വിളിക്കുന്നേ. കണ്ടുപിടിച്ചടാ. ഓ, ഇതാണോ മണപ്പിച്ച് കണ്ടുപിടിച്ചത്? ജീവിതത്തിൽ കപ്പലിന്റെ മുട്ടായി കണ്ടിട്ടേ ഇല്ലേ? അല്ല, കണ്ടപ്പോ തിന്നാൻ തോന്നിയപ്പോ എടുത്തതാ.
അങ്ങ് ഇഷ്ടപ്പെട്ടായിരിക്കും. നിനക്കൊന്നും വേണ്ടല്ലോ അല്ലേ, ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. ഓക്കേ. ഒരു 2 ലാർജ് വേണം. എടാ വച്ചു, നല്ല കിടില സാധനം ഇതിന്റെ അകത്ത് കിട്ടിയല്ലോ എന്താ ഉള്ളേ അല്ലേ? നോക്കാം ആദ്യം. എന്റെ ദൈവമേ, മൊത്തം ഫോട്ടോസ് ആണ്. കോൾ റെക്കോർഡാടാ. അതേടാ, ഇതിനകത്തൊന്ന് വേറെന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഹലോ മോന. ഹലോ. ആ ഇന്ന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഞണ്ടുകറി ഉണ്ടാക്കി വെക്കട്ടെ? അതൊന്നും വേണ്ട മോളെ, രസം വെച്ചാ മതി. ഹലോ, എക്സ്ക്യൂസ് മീ. അവിടെ ഒരു പെങ്കൊച്ചിരിക്കുന്ന കണ്ടില്ലേ? അവളോടൊപ്പം 1 മണിക്കൂർ ചെലവഴിച്ചാൽ രൂപ 20,000 കിട്ടും. ഞാൻ ആരാന്നുള്ള കാര്യം കൂടുതൽ ആലോചിക്കണ്ട. വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി. മനസ്സിലായി കാണുമല്ലോ. ഇതാ എന്റെ കാർഡ്. അമ്മാവാ, 2 കോടി രൂപ ഞാൻ ഹാളിൽ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. 2 ദിവസത്തിൽ ഞാനൊന്ന് നാട്ടിൽ പോവും. കാശിന്റെ ആവശ്യത്തിന് വേണ്ടിയാ. വരാൻ ഒരാഴ്ചയോ. ഹലോ, ആ സ്ഥലം നമ്മുടെ കയ്യിൽ നിന്ന് പോവാൻ പാടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആ കാശ് എടുത്ത സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കണം. അത് നമ്മുടെ കയ്യിൽ നിന്നും പോകത്തില്ല. പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട്, എടുത്തോളണം. ഒരാഴ്ചയാവും അമ്മാവാ. സാർ, എടാ കസ്റ്റമർ വന്നിട്ടുണ്ട്, എന്തുവാ നോക്ക്. അവന്റെ കിടപ്പ് കണ്ടില്ലേ? എടാ കാർത്തി, ഇവൻ നമ്മളെ കളഞ്ഞിട്ട് AC ബാറിൽ പോയി വെള്ളമടിച്ചിട്ട് വന്ന് കവന്ന് കിടക്കണ കിടപ്പ് കണ്ടില്ലേ? അത് വീട് മത്തായി. ഇനി ഇവനും വെള്ളമടിച്ച് വന്നിരിക്കുകയാണോ? ഇവൻ എന്താ ഒരു കൂസലും ഇല്ലാത്ത? പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട്, എടുത്തോളണം. ഒരാഴ്ചയാവും അമ്മാവാ. എന്താ മോനെ ഒരു വല്ലായ്മ? ഒന്നുമില്ല. സാർ, ഫോൺ സാർ. ഹലോ, ആരാ? സാറ്, എന്റെ പേര് മണികണ്ഠൻ എന്നാ. അത് 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 ഇന്നലെ നമ്മൾ പബ്ബി വെച്ച് കണ്ടിരുന്നു. കാർഡും തന്നായിരുന്നു സാറ്. 1 മണിക്കൂറിനുള്ളിൽ നീ എന്ത് ചെയ്യണോ, എവിടെ പോകണം എന്നുള്ള ഡീറ്റെയിൽ പറയാം. ഒന്ന് വെയിറ്റ് ചെയ്യ്. ശരി സാർ, ഓക്കെ. ഇന്നുമാർ എന്നെ കളഞ്ഞിട്ട് വെള്ളടിക്കാൻ പോവാണോ? ഇതെന്താ എന്നെ കണ്ടിട്ടുമാര് മൈൻഡ് ചെയ്യാതെ പോകുന്നേ? അതിനവൻ ആദ്യം ആരെന്നറിയില്ല. അവന്റെ വീട്ടിൽ പോയിട്ട് എങ്ങനെ കൊള്ളയടിക്കുമെന്ന് പറ. പറയുന്ന കേട്ടിട്ട് നല്ല തമാശയുണ്ട്. ഡാ, അവന്റെ കാര്യം വിട്. നീ പറ അളിയാ, നമുക്ക് 2 പേർ കൂടെ ഷെയർ ചെയ്യാം. കാശ് കിട്ടിയ ആര് വേണ്ടെന്ന് പറയും വെച്ചു. നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാലും അവൻ ആരാ, എവിടെ നിന്ന് വന്നാന്ന് അറിയില്ലല്ലോ. ശരി, അവന്റെ വീട് ഫോളോ ചെയ്ത് കണ്ടുപിടിക്കാം. സേഫ് ആണെങ്കിൽ അടിച്ചു മാറ്റാം, അല്ലെങ്കിൽ വിട്ടേക്കാം. എന്താടാ എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കത്തെ? ആദ്യം അവന്റെ വീട് എവിടെയാന്ന് പോയി കണ്ടുപിടിക്കാൻ നോക്ക്. അതെ, അവന്റെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കും. പറ. എടാ മച്ചാനെ, ഇന്നലെ അവൻ വന്നത് ജോഗിങ്ങിന് പോകുന്ന ഡ്രസ് ഇട്ടുണ്ടല്ലേ? അതെ. അപ്പൊ ഇന്ന് വൈകിട്ട് അവൻ ജോഗിങ്ങിന് വരാൻ സാധ്യതയുണ്ട്. സൂപ്പർ. എന്താ മച്ചാനെ? ഹലോ സാർ, കീഴ്കെട്ടുള്ള ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക്. അൻപ് നഗർ എവിടാന്ന് ചോദിച്ചിട്ട് അങ്ങ് വെക്കും. ഓക്കെ സാർ. അവിടെ ചെന്നിട്ട് ഫോൺ ചെയ്യും. നീ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോ ഞാൻ പറയാം. ശരി സാർ. ചേട്ടാ, ഈ അൻപ് നഗർ എവിടെയാണ്? എങ്ങനെയാ പോകേണ്ടത്? അൻപ് നഗറോ?
ഹലോ സർ, ഞാൻ അൻപനഗർ എത്തി. ഓക്കെ, അടുത്തുള്ള തങ്കൽ ലോഡ്ജിലോട്ട് പോയിക്കോ. എന്താ സാറേ? തങ്കൽ ലോഡ്ജിടോ. ആ ഓക്കെ ഓക്കെ. പറഞ്ഞു സാറേ. ആ ലേഡിയുടെ റൂം നമ്പർ 107 ആ ശരി സാർ. ആ വെൽക്കം സർ. റൂം നമ്പർ 107. 107. ടേൺ റൈറ്റ് സർ. താങ്ക് യു. ഓക്കെ സർ. അകത്തേക്ക് വരൂ. കമോൺ. ശരി. നാണിക്കാതെ ഇവിടെ ഇരിക്കേ. ശരി. പിന്നെ ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെയാ. പേടിക്കട്ടെ കേട്ടോ. എടാ മദനെ, എന്റെ ട്രാക്ക് പാന്റ് കാണാനില്ല. ഈ ട്രാക്ക് പാന്റിന് ഒടുക്കത്തെ നാറ്റം വരുന്നല്ലോ. ഓ, ഫോണും വരുന്നു. ഹലോ, അവിടെ വന്നിട്ടുണ്ടോ? ഇങ്ങോട്ട് വന്ന പോലെ കണ്ടില്ലല്ലോ മച്ചു. ശരിടാ. രാഘവനോട് ചോദിച്ചു, അവിടെ വന്നില്ല എന്ന് പറഞ്ഞു. അതെയോ? അവിടെ വന്നിട്ടുണ്ടോ നോക്ക്. ഇവിടെയും വന്നില്ലടാ. അളി അളി അവന്റെ കാറാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. അവൻ തന്നെയാ. നിങ്ങൾ വിട്ടോ, ഞാൻ നോക്കിക്കോളാം. ഹോയ്. നമസ്കാരം സാറേ. വീട് നല്ല അടിപൊളിയാണല്ലോ. പറഞ്ഞു കളിയാ. മച്ചു, ഞാനൊരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട്. അതിൽ നീയാ ഹീറോ. സമ്മതല്ലേ? ഹേ അളിയ, രാവിലെ നല്ലൊരു വാർത്തയാണല്ലോ. എടാ എന്താടാ വേഷം? എനിക്ക് ഏത് ഗെറ്റപ്പിലാടാ മാറണ്ടേ? ഒരുപാട് അങ്ങ് സന്തോഷിക്കല്ലേ. ഇതൊരു ലവ് സ്റ്റോറി കേട്ടോ. ഹീറോ എനിക്ക് നല്ല കാശ് കൊടുക്കണം. ഒരു 30,000 രൂപ നീ റെഡിയാക്കുകയാണെങ്കിൽ ഹീറോ ആയിട്ട് അഭിനയിക്കാം. ശരി അളിയ, ഞാൻ വൈകിട്ട് വിളിക്കട്ടെ. എന്താണെങ്കിലും നീ വേഗം അറിയിക്കണം. വെള്ളത്തിന് നല്ല തണുപ്പാണല്ലോ. ഇന്നും കുളിക്കാൻ പറ്റില്ലെന്ന് സാറേ, തോന്നുന്നത്. ഫോൺ. ഇവനാണോ? ഹലോ. ഹലോ സാർ, ഞാനാ സാറേ. ആ പറമണി കണ്ട സാർ ആരാ? സാർ എന്താ ചെയ്യുന്നതെന്ന് ഒന്നും എനിക്കറിയില്ല.
ഗിഗോളോ, അതായത് കോൾ ബോയ് എന്ന് പറയാറില്ലേ? അത് ഞാൻ കേട്ടിട്ടുണ്ട് സാറേ. അതുപോലെ എന്തെങ്കിലും ജോലിയുണ്ടോ പറയണേ സാറേ. ഇതിൽ മെമ്പർ ആവണമെങ്കിൽ ഓൺലൈനിൽ 7000 രൂപ അടയ്ക്കേണ്ടി വരും. 7,000 സാർ? ഇപ്പോ എന്റെ കൈ കാശില്ല. ഫസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് തരാം സാർ. ശരി, നിന്റെ ഫോട്ടോ, ഹൈറ്റ്, വെയിറ്റ്, ഈ കാര്യങ്ങളെല്ലാം വാട്സാപ്പിൽ എനിക്കൊന്ന് അയച്ചു വെക്ക്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. എല്ലാത്തിനും ഓക്കെയാ? ഫോൺ വെക്കണോ? ഈസിയ റോഡിലെ ഒരു ക്ലയന്റ് 25 to 27 ഏജില് ഒരാളെ അന്വേഷിക്കുന്നു. ഒരു 10 ഫോട്ടോ അങ്ങ് അയച്ചേക്ക്. ഇപ്പൊ തന്നെ അയക്കാം സാർ. സാറേ, അങ്ങേരുടെ ഫോട്ടോ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. ഇതും കൂടെ അങ്ങ് അയച്ചേക്ക്. ഓ, ആയിക്കോട്ടെ സാർ. ഈ കൊടവയറൊന്ന് കുറയ്ക്കാൻ പറഞ്ഞ. കഴിഞ്ഞ മാസം 35, ഈ മാസം 45 ഉണ്ടായിരിക്കണം. യെസ് സാർ. അതിനെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ശരി സാർ. അതും ഹെവി ആയിട്ട് ചെയ്യണം സാർ. എന്തിയടാ ഇവിടെ വെച്ച് മരുന്ന് കാണാനില്ലല്ലോ? അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല. കൊടവേറ വെച്ച് വെറുതെ ഇരുന്നാലല്ലേ? ആ കംപ്ലൈന്റ് പാർട്ടിക്ക് ഫോൺ ചെയ്യണം. യെസ് സാർ. ഇതൊരു തലവേദന. റിങ് പോകുന്നുണ്ട് സാർ. അതിനോടൊപ്പം നീയും അങ്ങ് പോടാ. ഇങ്ങനെ കുറെ മണ്ടന്മാര്. ആഹാ, അടുത്ത ഓർഡർ വന്നല്ലോ. സാർ പറഞ്ഞോളൂ സാർ. എന്താണോ തന്റെ പേരിൽ ആവശ്യം പോലെ കംപ്ലൈന്റ് വരുന്നുണ്ടോ? കംപ്ലൈന്റോ? എന്താണ് സാർ പറയുന്നത്? എഫക്റ്റ് അങ്ങോട്ട് പറ്റുന്നില്ലെന്ന്. നന്നായിട്ടാണ് സാർ ചെയ്തത്. എന്ത് പറ്റി? നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാ ഓഫീസിലോട്ട് വന്നിട്ട് ഇവിടുന്ന് ഒരു മരുന്ന് തരും, വാങ്ങിച്ചോട്ട് വെക്കും. ശരി സാറേ. അത് കഴിച്ചാലേ നിനക്ക് എഫക്റ്റ് വരുത്തുള്ളൂ. ഓക്കെ സാർ. ദുഷ്ടത്തി അവിടെ വെച്ച് മതിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് മാറ്റി പറഞ്ഞേക്കുന്നു. ഛേ. ഹലോ, പറഞ്ഞോ സാറേ. എടോ, തനിക്ക് നല്ല സമയമാണോ? ഒരു ക്ലയന്റ് തന്നെ ഓക്കെ ആക്കിയിരിക്കുകയാണ്. ഓക്കെ സാറേ. നന്നായിട്ട് ഡീസന്റ് ആയിട്ട് ഡ്രസ് ചെയ്തിട്ട് റെഡി ആയിട്ടിരുന്നു. എവിടേക്ക് പോണോന്ന് ഞാൻ പറയാം. ശരി, ആയിക്കോട്ടെ സാർ. താങ്ക് യു. റിച്ച് ഫിഗർ എവിടെ, റിച്ച് ഫിഗർ എവിടെ, വെട്ടിൽ വീഴുകയോ, വെട്ടിൽ വീഴുകയോ, സ്കെച്ച് വെച്ചുവെന്നാൽ, സ്കെച്ച് വെച്ചുവെന്നാൽ വിട്ടു പോകുമെടാ, ജീവൻ വിട്ടു പോകുമെടാ. പായുന്നു ജീവിത വീതി, കാലത്തിൻ കോലങ്ങൾ മാറ്റുന്നു വഴികൾ, കണ്ടതും കേട്ടതും കാമത്തിൻ പോർവിളി, കാലം മായ്ക്കുമല്ലോ നേരം. തേടിയ വള്ളികൾ ചുറ്റി നീ ഒരു സുന്ദര കുട്ടനായി മാറി, മാറുന്നു ജീവിത ശൈലികൾ വീണ്ടും, കാറ്റു വീശി മാറി കൂത്ത്. ধরবে কুম্ভীরে কোন হংস তুই সাঁতার দে রে কালী সাগরে, একবার মন হংস তুই সাঁতার দে রে কালী সাগরে। ചില പല വഴി നോക്കി അയ്യോ ഒരു വട്ടം കൂടി, അയ്യോ ദിനം ചുറ്റി ചുറ്റി, അയ്യോ ജഡ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കില്ലേ, എല്ലാം ഒരു റീല്, പുതുവർഷം വന്നാൽ അയ്യോ പണമെറിയുന്നോരൊരുപാട്, ഈ ലൈഫോ ഷോർട്ട് ഫിലിം അല്ല, എല്ലാം കാശിടാ ജീവിതം കണ്ടുപോ തക്താ താക്താ, ഈ വീട്ടിനുള്ളിൽ എല്ലാം റൂട്ട് പടിപടിയായി കയറി കൂടി. നിക്കാലോ മിക്കാലോ ടുക്കാലോ മക്കാലോ പിക്കാലോ കിക്കാലോ കികാലോ എന്ന് വെച്ചാ ആമ്പള ഐറ്റം. അയ്യോ അയ്യോ
ഈ നാടു മോശമായി വീട് ചീത്തയായി അയ്യോ ഈ കാലം എങ്ങു പോണ ലോകം മാറിപ്പോയി അയ്യോ 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 Good. The side or that side? ഓ പോയി. ഇവനെന്താ ഇവിടെ? ചേടാ, ഇവനെന്താ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നത്? ഇവനിവിടെ എന്താ പരിപാടി? സ്വന്തം വീട്ടിൽ പോകുന്ന പോലെ കയറി അങ്ങ് പോവാണല്ലോ ഇവൻ. എന്താ ഇവനെ കാണിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇവൻ എന്ത് ചെയ്യാനാ പോകുന്നത്? ഇത്ര നേരമായിട്ടും ആളെ കാണുന്നില്ലോ. അങ്ങോട്ട് നോക്കി നിൽക്കുന്നു, ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു. എന്താ വേണ്ട തനിക്ക്? അതെ, അകത്ത് ഫ്രണ്ട്. ഇവിടെ ആരുമില്ല, പൊക്കോ. ഫോണ്. പോവാൻ പറഞ്ഞില്ലേ? പോവാ. അയ്യോ, ഇനി അകത്ത് പോയല്ലോ. ഹലോ രശ്മി. ആ പറയടേ. ഇന്നലെ രാത്രി എങ്ങനെയുണ്ടായിരുന്ന ആള്? നീ പറഞ്ഞ പോലെ അടിപൊളിയായിരുന്നടി അവൻ. പക്ഷെ അവൻ ഇവിടെ ഉള്ളപ്പോ ഭയങ്കര വിമിഷ്ടമായിരുന്നു. ഇപ്പഴാ ഒന്ന് റിലാക്സ് ആയത്. എടി, ഫസ്റ്റ് ടൈം ഒക്കെ അങ്ങനെ ആയിരിക്കും. എനിക്കും അങ്ങനൊക്കെ തന്നെ ആയിരുന്നടി. അയ്യോ, ഇനിയില്ലടി. ഇതിലൊക്കെ എന്ത് കാര്യമുള്ളേ? എനിക്കെന്തോ തെറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട്. കൂടെയുള്ളവന് കഴിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നീ ചുമ്മാ ഓക്കെ. ആർക്കും അറിയില്ലല്ലോ അവൻ വന്നിട്ട് പോയ കാര്യം. ആർക്കും ഇക്കാര്യം അറിഞ്ഞൂടടി. ഏജന്റ് പോലും അറിയാതെ ഞാൻ അവനെ അയച്ചത്. നീ എന്തായാലും എക്സ്ട്രാ കാശ് കൊടുത്തിട്ടില്ലേ? പിന്നെന്താ നീ പേടിക്കുന്നത്? നീ ഒന്നിനു പേടിക്കണ്ട. എന്നാലും മനസ്സിലൊരു കുത്തല് പോലെ എനിക്ക്. ആവശ്യമില്ലാത്ത അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. എനിക്കൊരു ചെറിയ വർക്ക് ഉണ്ട്. ഞാൻ നിന്നെ ചിന്നരെ കഴിഞ്ഞിട്ട് വിളിക്കാം. ശരിടി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. പിന്നെന്തൊക്കെ ഉണ്ടാ? ഇന്നലെ രാത്രി എവിടെയായിരുന്നു? നിന്നെ കണ്ടില്ലല്ലോ. ഇന്നലെ രാത്രിയില് ഷൂട്ടിങ്ങിന് പോയതാടാ. ഷൂട്ടിങ്ങോ? എവിടെ? അത് നമ്മുടെ വടപളനിയില്ലേ, അവിടെയാടാ. വടപ്പഴനിയിൽ എവിടെ? അവിടെ മെയിൻ റോഡാടാ. പാസിംഗ് സീന്. ഓ, പാസിംഗ് സീനായിരുന്നോ? അതല്ല, ഇന്നലെ നിന്നെ പോലെ ഒരുത്തനെ ആ ഭാരത് നഗർ 3rd സ്ട്രീറ്റില് ഒരു വീട്ടിലോട്ട് പോകുന്നത് കണ്ട് ഞാൻ നീയാണെന്ന് വിചാരിച്ചു. അപ്പൊ നീ അല്ലായിരുന്നോ? ഇവൻ എന്തിനാ അവിടെ വന്നത്? എന്തിനാടാ എന്നോട് കള്ളം പറയുന്നത്? പറ മച്ചാനെ, എന്തുവാളിയാ? എന്തുവാണേലും തുറന്ന് സംസാരിക്ക്. അല്ല, നീ അത് ആരോടും പറയരുത്. പറയത്തില്ല, പറ. ഇതെന്റെ ജീവിതം വെച്ചുള്ള കളിയാ. ജീവിതം വെച്ചുള്ള കളിയോ? എന്തുവാടാ പേടിപ്പിക്കുന്നേ? അന്ന് സുരേഷിന്റെ കൂടെ പബ്ബിൽ പോയത് ഓർമ്മയുണ്ടോ? പോയി. അന്ന് ഞാൻ അവിടെ ഒരു ബ്രോക്കറെ കണ്ടില്ലേ. ഞാൻ കൈവിട്ട് പോയടാ. ഇതെന്താടാ നീ എന്നെ വഴക്ക് പറയുന്നു വിചാരിച്ചപ്പോ? അത് പിന്നെ അളിയാ, നിനക്കിത് ജോയിൻ ചെയ്യാനുള്ള ഗ്ലാമർ അല്ലടാ, മരപ്പെട്ടിയുടെ മുഖമല്ലേ അതാ. ഞാൻ പണിക്കൊന്നും വരത്തില്ല. നീ ഏത് വീട്ടിലാ പോയിട്ട് വന്നേന്നറിയാവോ? ആ വീടിന്റെ ഹോളിലെ ഷെൽഫിൽ 2 കോടി രൂപ വെച്ചിട്ടുണ്ട്. നീ ഒരു വാക്ക് മൂളിയാൽ ആ 2 മണ്ടന്മാരെയും കട്ട് ചെയ്തിട്ട് നമുക്ക് 2 പേർക്കും കൂടെ ആ പൈസ എടുക്കാം. എടാ, ചുമ്മാ ഡയലോഗ് അടിക്കില്ല നീ. എനിക്ക് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ കാശ് വേണം. അതിനുവേണ്ടിയാ ഞാൻ പോയത്. കള്ളത്തരത്തിന് ഞാനില്ല. നിന്നെ വലിയ പടത്തിലെ ഹീറോ ആക്കാന്ന് വിചാരിച്ചപ്പം നീ ഈ ഷോർട്ട് ഫിലിം മറ്റേ ഫിലിം ഒന്നും വേണ്ടിരിക്കുക. 2 കോടി രൂപടാ. വന്നാ നീ തന്നെയാടാ ഹീറോ. നന്നായിട്ട് ആലോചിക്കും മച്ചാനെ. 2 കോടി രൂപ, പിന്നെ നീയാണ് ഹീറോ, മറക്കണ്ട. ഞാൻ പോയി റെഡി ആയിട്ട് വരാം. നന്നായിട്ട് ആലോചിക്കും മച്ചാനെ. ഹീറോ ആണ് നീ, നായകനാകും നീ. എന്താ മച്ചാനെ, തീരുമാനിച്ചോ? അളിയാ, വലിയ പ്രശ്നമൊന്നും ആവില്ലല്ലോ. എന്ത് പ്രശ്നമാവാനാടാ? നീ മാത്രം ഒരേ ഒരു തവണ അവരുടെ വീട്ടിൽ പോയിട്ട് വന്നാ മതി. അതും അവര് തന്നെ നിന്നെ വിളിച്ച് കയറ്റുകയാണെങ്കിൽ നമ്മുടെ പരിപാടി കുറച്ചും കൂടെ എളുപ്പമായില്ലേ? അവരെ കണ്ടിട്ട് നല്ലവരാന്നാ തോന്നുന്നേ. വീണ്ടും വിളിക്കും തോന്നില്ലടാ. ഇത് ഫസ്റ്റ് ടൈം ആന്നാ പറഞ്ഞേ. ഫസ്റ്റ് ടൈം ആണെന്നോ?
ഇനി 3 ദിവസം കൂടെ ഉള്ളു സമയം. അതിനുള്ളിൽ അവളുടെ കെട്ടിയോനും വരും. എന്താ ചെയ്യുക ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ലോ. 2 കോടി രൂപയുടെ കാര്യമായി പോയി. എന്തുവാ ഇപ്പൊ ചെയ്യണ്ടേ? ആ എടാ മച്ചാനെ, നീ ഒരു കാര്യം ചെയ്യും. അത് തന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് അത് തന്നെ നീ വിളിക്കളിയാ. വിളിക്കട്ടെടാ. വിളിക്ക്. എടാ അളിയ, ഞാനിന്ന് ജിമ്മിൽ വരില്ല കേട്ടോ. അത് പറയാൻ വേണ്ടി വിളിച്ചാടാ. ഹലോ. ഹലോ, സോറി, കാർത്തി അല്ലേ ഇവിടെ? ഹലോ, നിങ്ങള് ഇവിടെ വന്നിട്ട് പോയില്ലായിരുന്നോ? സോറി, വിളിച്ചപ്പോ മാറിപ്പോയതാ. ബൈ. സൂപ്പറാ അളിയാ നീ. സൂപ്പറാ. കൈതാ സൂപ്പറാ, അടിപൊളിയാടാ നീ. എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നാളെ അവര് നിന്നെ വിളിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? ഞാനും ആ 2 മണ്ടന്മാരെ കട്ട് ചെയ്ത് വിട്ടിട്ടിങ്ങി പോരാ. ഓക്കേടാ, നാളെ കാണാം. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാനാണ്. ഇന്ന് രാത്രി 7 മണിക്ക് വരാൻ പറ്റുമോ? ശരി, വരാലോ. അതുപോലെ ഞാൻ എക്സ്ട്രാ പേയ്മെന്റ് തരാം. ആരും അറിയാതെ വരണേ. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ല. ഹലോ. എടാ പെണ്ണുമ്പിള്ള വിളിച്ചടാ. രാത്രി 7 മണിക്ക് വരാൻ പറഞ്ഞേക്ക. ഓക്കെ ആയോ? സൂപ്പറാ നീ. ഓ, നിന്റെ കൊച്ചു ഓക്കെ എന്ന് പറഞ്ഞോ? സൂപ്പറാ അളിയാ, സൂപ്പർ. എടാ എന്താ ഈ പറയുന്നേ? ആന്റി വിളിച്ചു. ഓക്കേടാ, മനസ്സിലായി. ഞാൻ വന്നേക്കാം. അതൊന്നുമില്ല അളിയാ. എന്റെ ഫ്രണ്ട് എന്നോടൊരു കവിത ചോദിച്ചു. ഞാൻ അതങ്ങ് എഴുതി കൊടുത്തു. അത് അവന്റെ പെണ്ണിന്റെ കൊടുത്തങ്ങ് ഓക്കെ ആക്കി. അതിനുവേണ്ടി ഒരു ട്രീറ്റ് വെക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് വന്നേക്കാം. നീ കട നോക്കിക്കോ, ഞാൻ വന്നേക്കാം. ഞാനും ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ട് ഇവിടെ കാര്യം പറയടാ. ഈ തലയിൽ ഇത്ര വലിയ തലച്ചോറ് ഒന്ന് പറയടാ. ചേട്ടാ, ഇതിപ്പോ പെട്ട അവസ്ഥയാണല്ലോ. സൂപ്പർ. എന്റെ പ്രേമം നിന്നോട് പറയണം. അത് നിന്റെ ചെവി തന്നെ പറയണം. അത് കേട്ട് നീ എന്ത് വിചാരിച്ചാലും ശരി, ഇല്ല എന്നെ ഓർത്താലും ശരി. ഇതാണ് കവിത. എഴുതി വിട്, വർക്കൗട്ട് ആവും. ഓക്കെ എന്നാടാ, കാണാം നമുക്ക്. ഭ്രാന്തങ്കാനും പിടിച്ചോ? നമുക്കിപ്പോ ഒരു പ്ലാൻ വരയ്ക്കാം. ആദ്യം ഒരു വര വരയ്ക്കാം. ഇതാണ് ആ വീട്. ആ വീടിന്റെ പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഞാൻ നിൽക്കാം. നീ അകത്ത് പോയ ഉടനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട്, അയ്യോ ഇതിന്റെ പേരും മറന്നുപോയല്ലോ, ഈ ക്ലോറിൻ പൗഡർ ഇട്ട കർച്ചീഫ് വെച്ച് അവരെ നീ മയക്കണം. എടാ, അത് ക്ലോറിൻ പൗഡർ അല്ല, ക്ലോറോഫോം. എന്തോ ഒരു ഫോം. ഇടയ്ക്ക് കയറി സംസാരിക്കാതെ. എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ കർച്ചീഫ് വെച്ച് നീ അവരെ മയക്കുന്നു. അതിനുശേഷം ഹാളിനകത്തിരിക്കുന്ന ഷെൽഫിൽ നിന്ന് ഞാൻ തരുന്ന ടിപ്സ് വെച്ച് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് അകത്തിരിക്കുന്ന കാശ് അങ്ങ് വെളിയിലെടുക്കുന്നു. പ്ലാനൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ പണം എടുത്തെന്ന് അവിടെ കെട്ടിയവനോട് പറഞ്ഞു കൊടുത്താ? അതിന് 1% പോലും ചാൻസ് ഇല്ല. അവർ നിന്നെ ചൂണ്ടിക്കാണിച്ച നീ മറ്റേ പരിപാടിക്കാണ് പോയെന്ന് മറ്റുള്ളവരറിയും. അതുകൊണ്ട് അവൾ അത് പുറത്ത് ഒരിക്കലും പറയില്ല. അത് ശരിയാ. ഈ പ്ലാൻ വർക്കൗട്ട് ആയെങ്കിൽ ഞാൻ ഹീറോ ആകുമല്ലേടാ? ഹീറോ? ഓക്കേ. ഹലോ. നിങ്ങൾ പോയി 2 കവർ പാല് വാങ്ങിച്ചോണ്ട് വാ. എന്താ? 2 കവർ പാല് വാങ്ങിച്ചോണ്ട് വരാൻ. ധൃതി വെച്ച് വരണ്ട. വാങ്ങിച്ചോണ്ട് വരാം. എന്റെ ഈശ്വര, വിചാരിച്ച പോലെ നടക്കണേ. വരൂ, അകത്തേക്ക് വരൂ. ഇവൻ വരുന്നതിന് മുമ്പ് സെക്യൂരിറ്റി വരുന്ന ലക്ഷണമാ. ഹലോ. അമ്മാവാ, പോയ കാര്യം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അമ്മാവ. ഞാൻ വന്നോണ്ടിരിക്കാം. ഞാൻ എത്രയും പെട്ടെന്ന് എത്തും. ശരി.
അമ്മാവൻ വീട്ടിലേക്ക് വന്നേക്കോ? ശരി മോനെ, ഞാൻ വന്നേക്കാം. ഓക്കെ അമ്മാവ. ഇരുന്നോളൂ. ദൈവമേ. എന്താ അയ്യോ ഈശ്വര. അയ്യോ, ആരോ വന്നെന്ന് തോന്നുന്നു. അതെ, ആരോ വന്നെന്നാ തോന്നുന്നത്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇവിടെ തന്നെ നിൽക്കണേ. അയ്യോ ഈശ്വര, കൊളവായി ദൈവമേ. എന്താ ചെയ്യുന്നത്? എന്താ? അയ്യോ ദൈവമേ, ആരായിരിക്കും? ഇയാളെ കെട്ടിനോ? നിൽക്കാനാ പറഞ്ഞത്. ഓടല്ലേ, അകത്തൊരു ലേഡി മരിച്ചു കിടക്കുന്നു. ഭുവന, അയ്യോ. ആരാടാ നീ? ഇവിടെ എന്താ ചെയ്യുന്നത്? സാർ, അത് അറിയാതെ വഴി മാറിപ്പോയതാ സാർ. എന്തോ പന്തികേടുണ്ടല്ലോ. ഇവന് ആളത്ര ശരിയല്ലേട്ടാ. ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. സാർ, ഞാൻ പറയട്ടെ സാർ, ഞാൻ ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തില്ലേ. ചെയ്തത് ഞാൻ പറയട്ടെ. അകത്ത് മോട്ടിക്കാൻ കയറിയതായിരിക്കും. ഓണറെ കണ്ട ഉടനെ ഓടി വന്ന് മതിൽ ചാടി രക്ഷപ്പെട്ടതല്ലേ? അങ്ങനെയൊന്നും അല്ല സാർ. സാർ, ഞാൻ ഒന്നും ചെയ്തില്ല സാർ. ഞാൻ അറിയാതെ കയറിപ്പോയതാ. ഞാൻ ഒന്നും ചെയ്തില്ല സാർ. ഞാനില്ലല്ലോ. എങ്കിൽ നമുക്ക് അകത്ത് പോയി ഓണറെ കാണാം. ഒന്നും മോഷണം പോയിട്ടില്ല, നിന്നെ വെറുതെ വിടാം. സാർ, ഞാൻ മോഷ്ടിക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. എന്നെ വിട്ടേക്ക് സാർ. ഞാൻ പറഞ്ഞറിയില്ല സാറേ, ഇവന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. ഓ, ഇവന്റെ ഒരു കാര്യം. അവന്റെ അടുത്ത് നീ എന്തിനാണോ മിണ്ടാൻ പോയെ? വണ്ടി എടുത്തോണ്ട് പാടും. ശരി സാറേ. പോടാ അങ്ങോട്ട്. സാർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് സാർ. ഞാൻ അറിഞ്ഞോണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ വഴി മാറിപ്പോയതാ സാർ. നീ ഒന്നും പറയണ്ട. സാർ, ഞാൻ സാറ് പറയുന്ന പോലെ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. പ്ലീസ് സാർ.
അവനെന്തിനാ നോക്കുന്നത്? നിനക്ക് പരിചയമുണ്ടോ? ഇല്ല സാർ, അങ്ങനെ ആ, ഒന്നുമില്ല അകത്ത് സാർ. പോ. ഞാൻ വെറുതെ മര്യാദയ്ക്ക് വരാനാ സാർ, പറഞ്ഞത്. സാർ, എടാ, ഞാൻ ബേസി. ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിട്ടേക്ക് സാർ. വണ്ടി ആ സൈഡിലോട്ട് ശരി, നിർത്ത്. സാർ. ഒന്ന് വേഗം വാ. വിട്ടേര് സാർ, എടോ ഞാനൊന്ന് താൻ എവിടെയായിരുന്നോ? ഒരെണ്ണം ആളെ തന്നിട്ടുണ്ടോ? ഇങ്ങോട്ട് വരാനാ സാർ, പറഞ്ഞത്. ഞാൻ പറയട്ടെ സാർ. സാർ സാർ ഇവനാണ് സാർ, ഇവനാണ് അകത്തേക്ക് കയറിയിട്ട് ഭാര്യയെ കൊന്നിട്ട് ഓടിയത്. ഞാൻ കണ്ടാ സാർ ഇതുവഴി ഇവനെ ഓടി പോകുന്നത്. സാർ, ഞാൻ അയാൾ പറയുന്നത് തെറ്റ സാർ. ഞാനൊന്നും ചെയ്തില്ല സാർ. സാർ, എന്നെ ഒന്നും ചെയ്തില്ല സാർ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല സാർ. സാർ, സാർ, ഞാൻ അറിഞ്ഞോണ്ട് ഒന്നും ചെയ്തിട്ടില്ല സാർ. എന്നെ അവിടെ ഞങ്ങളുടെ എസ് ഐയെ കുറിച്ച് നിനക്ക് അറിയത്തില്ല. ഇടിച്ചതിന്റെ കൂമ്പ് കാട്ടും. സാർ കൊന്നത് മാത്രമല്ലാതെ 2 കോടി രൂപ ഇവിടെ ഉണ്ടായിരുന്നു, അതും എടുത്തോണ്ട് പോയി സാർ. 2 ദിവസമായിട്ട് CCTV ക്യാമറ ഓഫാണ് സാർ. ഹലോ, പറയൂ സാർ. ഡോ, സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ ഉണ്ടോ? ഇല്ല സാറേ, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അത് നന്നായി. നീ ഒരു കാര്യം ചെയ്യേ, ഉടനെ വണ്ടി എടുത്തോണ്ട് ഭാരത് നഗർ 3rd സ്ട്രീറ്റിന്റെ എൻഡിലോട്ട് വന്നേക്കെ. ഡാ, നീ എന്താ ചെയ്യുന്നേ? സാർ, ഞാൻ അഭിനയിക്കാൻ ട്രൈ ചെയ്യാം. സാറിന് മുമ്പിൽ തന്നെ അവൻ അഭിനയിക്കുന്ന കണ്ടില്ല സാർ. ഇല്ല സാർ, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ട്രൈ ചെയ്യുമെന്നാ പറഞ്ഞേ. ഡാ, ഡാ, എന്താ നീ ഫീൽ ചെയ്യുന്നത്? എന്നിട്ട് ഫീൽ ചെയ്യണം. ഇല്ല, ഫീലിംഗ് ഇല്ല സാർ. ഞാൻ വെറുതെ കണ്ടപ്പോ ഒന്ന് അതെ, എന്റെ ഭാര്യയുടെ വണ്ടി ആയിരിക്കുന്നത്. അയ്യോ, ഇനി എന്ത് ചെയ്യോ സാർ? എന്നെ വിട്ടേക്ക് സാർ. സാർ, മിണ്ടി സാർ, പോരുത്. ഞാൻ ഒന്നും ചെയ്തില്ല സാർ. വെറുതെ എന്നെ എന്തിനാ? ഞാനൊന്നും പണമൊന്നും എടുത്തിട്ടില്ല സാർ. ഇല്ല സാർ. സാർ, എന്നെ കൊണ്ടുപോരുത് സാർ. എന്നെ ജയിലിലിടരുത് സാറേ. സാറേ, സാറേ, എന്താണോ? ഞാൻ ഇൻസ്പെക്ടറോട് പറയാതെ പോകുന്നത് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫോൺ ചെയ്ത് എനിക്ക് വേണ്ടി സാറൊന്ന് പറയണോ സാറേ? ഡോ പറയടോ. സാർ, നമ്മുടെ ഭാരത് നഗർ 3ാമത്തെ സ്ട്രീറ്റില് ആണോ? ഡോ എന്തോടോ പറയുന്നത്? അവന്റെ പേര് സ്വപ്നകൃഷ്ണനാണോ എന്ന് ചോദിക്കും. ഓക്കെ സാർ, നിന്റെ പേര് സ്വപ്നകൃഷ്ണനാണോ? ഇല്ല സാർ. അല്ലാത്ര സാർ. അവന്റെ ആളാണോ എന്ന് ചോദിക്കടോ. അവന്റെ ആളാണോ? മര്യാദയ്ക്ക് സമ്മതിച്ചോ, നിന്നെ വിട്ടേക്കും. അതെ സാർ, അവരുടെ കൂടെ ജോലി ചെയ്യുന്നത്. അതെ സാർ, അവന്റെ ആളാത്രേ. നീ ആദ്യം അവനെ ഒരു ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയക്കും, എന്നിട്ട് അവനെ പറഞ്ഞു വിട്. സാർ, അവന് ഞാൻ പിടിച്ചു സാർ. ഉറപ്പായിട്ട് അവൻ തന്നെ ആയിരിക്കും സാർ ചെയ്തത്. ഡോ, ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. ഇപ്പൊ ഫോൺ വെക്കേ സാർ. ഒരു ഡോ, അങ്ങനെ വിടാൻ പറയുന്നത് സാറേ? മേലുദ്യോഗസ്ഥൻ പറഞ്ഞാ കേൾക്കണ്ടേ? അവനെ ഇറക്കി വിടറോ. കൈ എടാ, പെട്ടെന്ന് ഇറങ്ങി പോടാ. താങ്ക് യു സാർ. താങ്ക് യു സാർ. അയ്യോ ഈശ്വര, ഗുരുവായൂരപ്പ. അയ്യോ, വിട്ടു. എന്താ ഭാഗ്യം. സ്വപ്നകൃഷ്ണൻ സാറേ, ഈ മാസത്തെ കാശൊക്കെ നേരത്തെ തന്നില്ലേ? ഓ, ഞാൻ വന്നത് വേറൊരു മാറ്ററിനെ കുറിച്ച് സംസാരിക്കാനാ. മാറ്ററോ? ഇയാൾ എന്താ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല സാറേ. പ്രായമുള്ള വല്ല തള്ളന്മാരും വിളിച്ചാലേ സാറിന് വല്ലോ ഏർപ്പാട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അങ്ങനത്തെ മാറ്റർ അല്ല, പണം മാറ്റർ. അതിൽ 20% നിനക്ക് ഓക്കെ ആണോ? സാറേ, സാറേ, ഫോൺ സാർ. ഓ, ഇയാൾ എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? പറഞ്ഞോട്ടെ സാറേ. എന്തായി സ്വപ്നകൃഷ്ണൻ? പണമൊക്കെ അടിച്ചു മാറ്റിയോ? വെരി ഗുഡ്, വെരി ഗുഡ്. ആ ഭാര്യ എന്തിനാടോ കൊന്നത്? ശരി കള, ദൈവം വിളിച്ചാ പോണോ? സാറേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്.
നിങ്ങൾ പറയുന്ന പോലല്ല കാര്യങ്ങള്. അവിടെ എന്താ സംഭവിച്ചെന്നറിയാവോ? സാറേ സാറേ സാറേ, ഈ വീട് ശരിക്കും വലിയ ബംഗ്ലാവ് പോലെ ഉണ്ടല്ലേ. അകത്ത് CCTV ക്യാമറ വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കണം സാറേ. ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞോണ്ടാ ഞാനൊരു പ്ലാനോട് കൂടി വന്നിരിക്കുന്നത്. ആ മാസ്ക് ഇങ്ങ് എടുക്കടാ. കാഴ്ച കണ്ടോണ്ട് നിൽക്കാതെ ഒന്ന് പൊക്കിടടാ. വരുന്നു സാറേ. എടാ കാലെ മാത്രം പിടിച്ചാൽ മതി, എനിക്ക് നാണം തോന്നുന്നു. അയ്യോ, എന്താ ഇത്? ആരോ വന്നെന്ന് തോന്നല്ലോ. അതെ, ആരോ വന്നെന്നാ തോന്നുന്നത്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇവിടെ തന്നെ നിൽക്കണേ. ശരി. ഹേ, ആരാ നിങ്ങള്? ചോദിച്ചില്ലേ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആരാ നിങ്ങള്? ആരാ നിങ്ങള്? എന്താ നിങ്ങക്ക് വേണ്ടേ? മര്യാദക്കാണെങ്കിൽ ആ പണം മാത്രം ഞാൻ ഞങ്ങളുടെ എടുത്തോണ്ട് വീട്ടിൽ പോയേക്കും. കാശൊന്നുമില്ല. നീ ഇറങ്ങിപ്പോ ഇവിടുന്ന്. എന്താ? ഞങ്ങളുടെ വീട്ടിൽ കാശില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ? ആരാണ് നീ? എന്റെ മേത്ത് കൈവെക്കാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടി? വീട്ടിലാരോ ഉണ്ടെന്ന് തോന്നല്ലോ. എസ്കേപ്പ്. അവര് ചത്തുപോയ കാര്യം സാറ് പറയുമ്പോഴാ എനിക്ക് തന്നെ അറിയാവുന്നത്. അകത്തൊരുത്ത് നിന്റെ ആളാന്ന് പറയുന്നു. കൃഷ്ണ, എന്റെ അടുത്ത് ഡബിൾ ഗെയിം കളിക്കുവാണോ? ഞാൻ ചെയ്യുന്ന തൊഴിലിന് സാറിനോട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവന്റെ ഫോട്ടോ ഇപ്പൊ ഞാൻ വാട്സാപ്പിൽ അയക്കാം. ആരാ നോക്ക്. ഓക്കെ സാറേ. ഇങ്ങനെ വീണ്ടും വിളിക്കുന്നത്? പറയൂ സാർ. എടോ, അവൻ അടുത്ത് തന്നെ ഉണ്ട്. അവനെ ചെന്ന് പിടിക്കുക. അവനാണ് അക്യൂസ്ഡ്. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞേ. സാറ് തന്നെയല്ലേ വിടാൻ പറഞ്ഞത്. ഒരു തെറ്റ് സംഭവിച്ചു പോയി, ചെന്ന് പിടിക്കടോ. ശരി സാർ. വണ്ടി തിരികെ. എടോ ഇൻസ്പെക്ടറെ. പറയൂ സാർ. എടോ എന്റെ മോളെ കൊന്നവൻ ഇപ്പൊ എവിടെയാ? സാറേ, അവൻ രക്ഷപ്പെട്ടു സാറേ. എന്ത് രക്ഷപ്പെട്ടെന്നോ? അതെ സാറേ. ഇൻസ്പെക്ടർ, അവനെ എവിടെ ഉണ്ടെങ്കിലും എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം. ശരി സാറേ. സാറേ, ആ ചെറുക്കൻ ജോലിക്ക് കയറുന്ന 3 ദിവസം ആയുള്ളൂ. ഇക്കാര്യം അവൻ എങ്ങനെ അറിഞ്ഞു സാറേ? എന്നോട് ചോദിക്കേ. അതിനൊന്നും ഇപ്പൊ സമയമില്ലടോ. ആദ്യം ചെന്ന് അവന്റെ അടുത്ത് പണം വാങ്ങിക്കാൻ നോക്ക്. വേഗം പോടാ. നാറ്റം പിടിച്ച മോന്തകൾ മാറിപ്പോടോ. സാറേ, ഒരു മിനിറ്റ് സാർ. എന്താണോ കണ്ട, ഈ ബനിയൻ കാണുന്നുണ്ട്. ഇപ്പൊ ശരിയായി. ഇങ്ങനെ വേണേ ഇരിക്കാൻ. എന്റെ കൂടെ തന്നെ വന്ന് ചേർന്നല്ലോ. ദൈവമേ, അവനെ ആദ്യം വിളിക്കണം. സാർ. സാർ, റിങ് പോകുന്നുണ്ട്. സാർ, കട്ട് ചെയ്യൂ സാർ. സാർ, കട്ട് ചെയ്യൂ സാർ. സാർ, കട്ട് ചെയ്യൂ സാർ. കട്ട് ചെയ്യണം സാർ. എന്തോന്നാളാ? ആദ്യം കാശിന്റെ കാര്യം ചോദിക്കരുത്. ഒരു മാറ്റർ ഉണ്ട്, വരുന്നോന്ന് ചോദിക്ക്. കൊള്ളാം. ശരിയാ. ഒരു മിനിറ്റ്, ഇപ്പൊ സംസാരിക്കാം. ഈ സമയത്ത് ഇയാളെ വിളിക്കാം. ഹലോ. മണി കണ്ടോ? ഒരു കോസ്റ്റ്ലി ആന്റി ഉണ്ട്. 50,000 രൂപ കിട്ടും. ഞാൻ പറയുന്നിടത്തോട്ട് നിനക്ക് വരാൻ പറ്റുമോ? അയ്യോ വേണ്ട സാർ, ഇനി പരിപാടിക്കാനില്ല. എന്നെ വിളിക്കല്ലേ. എടാ, അവൻ ഫോൺ കട്ട് ചെയ്തു. എങ്ങനെ കട്ട് ചെയ്യാതിരിക്കും? അവൻ കട്ട് ചെയ്യും. അവന്റെ അടുത്ത് 2 കോടി രൂപ ഉണ്ടല്ലോ. അവൻ എന്തിനും ഇങ്ങോട്ട് വരണം? എടാ, നീ എവിടെ പോയി കിടക്കാ? ഒന്ന് വേഗം വാടാ. അവനെ പബ്ബിൽ വെച്ച് കണ്ട ഓർമ്മയെങ്കിലും ഉണ്ടോടാ? ഞാൻ കണ്ടു സാർ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടിയില്ല. ഫോട്ടോ കണ്ടാ മനസ്സിലാവും. സാർ, വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യൂ സാർ. ഞാൻ കണ്ടുപിടിക്കാം സാർ. അതെ സാർ, വാട്സാപ്പില്. നിങ്ങൾ ആരെങ്കിലും ആ പെണ്ണിന്റെ വീട്ടിൽ പോയോ? എന്താടാ പറയുന്നത്? ചുമ്മാ കളിക്കല്ലേ. ആ കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളായിരുന്നു. മര്യാദക്ക് സത്യം പറ. അതല്ലേ ഞാൻ സംസാരിക്കുന്നത്. നീ ചുമ്മാ ഇരിക്കും. ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ആരോ പോയിട്ടുണ്ട്. അവരെയും കൊന്ന പൈസയും കൊള്ളയടിച്ചു. ആ ലേഡിയെ കൊന്നുകളഞ്ഞു. എടാ, അവര് മരിച്ചുപോയിന്ന് നീ പറയുമ്പോഴേ ഞാൻ അറിയുന്നത്. എടാ, നീ മൊബൈലിൽ വോയിസ് റെക്കോർഡ് വരെ കയറ്റി വെച്ചിരിക്കല്ലേ? വേഗം അത് ഡിലീറ്റ് ചെയ്യ്. മച്ചു, സിസ്റ്റത്തിലുള്ള വോയിസ് റെക്കോർഡർ ഡിലീറ്റ് ചെയ്യണം. ഒന്ന് നിർത്തടാ. ഈ ഡബിൾ ഗെയിം വേണ്ട കേട്ടോ. എടാ, ഇവൻ എന്താ ഈ പറയുന്നത്? ഒന്ന് ചുമ്മാ ഇരിക്കും. സോറിടാ. ഈ കാര്യം പറഞ്ഞ് നിങ്ങളെ ഒന്ന് അലേർട്ടാക്കാൻ വേണ്ടി വന്നതാ. കുറച്ച് ശ്രദ്ധിച്ചോ. നീയും ശ്രദ്ധിച്ചോ. സൂക്ഷിക്കണേ. വാടാ, വരാൻ. എടാ, ഇവന്മാരായിരിക്കില്ലടാ. എനിക്ക് ഉറപ്പാ. വാ.
എല്ലാരെയും അങ്ങ് സംശയിക്കാതെ. തോമസേ, ആ പയ്യനെ പോലെയല്ലേ അവൻ? നോക്കട്ടെ. അതെ, വാട്സപ്പിൽ കണ്ട പോലെ തന്നെ. അതെ, ആ കളർ ഷർട്ട് തന്നെയാ. അല്ല, അവന്റെ കൂടെ വേറൊരുത്തരുണ്ടല്ലോ. സാറിനോട് ഒരു വാക്ക് ചോദിച്ചു. അതെ അതെ. ഹലോ സാർ, അവനെ കണ്ടു സാർ. അവന്റെ കൂടെ മറ്റൊരുത്തരുണ്ട്. ആ, അവനെയും കൂടെ അങ്ങ് പൊക്കിക്കോ. ഓക്കെ സാർ. അയ്യോ, നിങ്ങളുടെ ദേഹത്ത് വെള്ളം വീണല്ലേ? എന്റെ ദേഹത്ത് വീണില്ല, വണ്ടിയല്ലേ വീണേ. കാറിൽ വെള്ളം ഉണ്ട്, എടുത്ത് കഴുകിക്കോ. അയ്യോ, എന്റെ ദേഹത്ത് വീണില്ല, വണ്ടിയല്ലേ വീണേ. നിങ്ങൾ അങ്ങനെയൊന്നും നിങ്ങൾ പറയല്ലേ. ഇയാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ നിങ്ങൾ കഴുകിയേ തീരൂ. നിങ്ങൾ കഴുകിയിട്ട് പോയാ മതി. എന്താ കിറുക്കന്റെ ഒക്കെ കാര്യങ്ങൾ. എന്താടാ പറ്റിയേ? ഒന്നുമില്ല. നിർത്ത്. എന്താ സാറേ? അത് അവൻ തന്നെയല്ലേ? ശരിക്കും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല സാറേ. അവനെ വിടരുത്. പോലീസ് നമ്മളെ പിന്നാലുണ്ട്. വിട്ടോ വിട്ടോ, വേഗം വിട്ടോ. സൈലന്റ് ആയിരുന്ന എന്താ അതുണ്ടല്ലോ. എന്താന്ന് വെച്ചാ നീ മിണ്ടായിരിക്കും. വെറുതെ എന്തിനാണ് ഇങ്ങനെ ആലോചിക്കുന്നേ? സൈലന്റ് ആയിരുന്ന കയ്യിലുള്ള പണം എടുത്തോണ്ടു ഒച്ച വെച്ച പോലീസിന് നിങ്ങളുടെ ഡെഡ് ബോഡിയെ കിട്ടും. വേഗം പോ. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, വേഗം പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. വീട്ടിൽ പോ. ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾ ഉദ്ദേശിച്ച ആള് ഞാനല്ല. നിങ്ങൾ വേറെ വെച്ചതല്ലോ, മിണ്ടിപ്പോരുത്. വേഗം പോ, ഇനിയും വേഗം, ഇനിയും അവര് പുറകെ ഉണ്ട്. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, വേഗം വിട്ടോ. ഓടിക്കും. ലൈറ്റ് ഓഫ് ആക്ക്, ലൈറ്റ് ഓഫ് ആക്ക്. സാർ, ആ വണ്ടി കാണുന്നില്ല. അവിടുന്ന് വലത്തോട്ട് പോയെന്നാ തോന്നുന്നു. അതൊക്കെ എനിക്കറിയാം. നീ നേരെ വിട്ടോ. ശരി സാർ. റിവേഴ്സ് വാ, റിവേഴ്സ് വാ. വാ 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 വാ. പൊയ്ക്കോ പൊയ്ക്കോ, വിട്ടോ വിട്ടോ, വേഗം വിട്ടോ, വേഗം വേഗം വിട്ടോ വിട്ടോ. ഓട്ടെ. സാർ, ആ പിള്ളേരെ ഞങ്ങൾ പൊക്കി. ഞങ്ങൾ റിസോർട്ടിന് പുറത്തുണ്ട്. സാർ അകത്തുണ്ടല്ലോ അല്ലേ? വെരി ഗുഡ്. ഞാൻ അകത്ത് തന്നെ ഉണ്ടോ? വാ. ശരി സാർ. ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ, വാടാ, വാ വാ. തുപ്പിലിടും. അയ്യോ, പറ സ്വപ്നകൃഷ്ണൻ. സാറേ, നമ്മുടെ പിള്ളേർ ആ ചെറുക്കനെ പൊക്കിയിട്ടുണ്ട്. സാറ് റിസോർട്ടിലോട്ട് വാ. സൂപ്പർ സ്വപ്നകൃഷ്ണൻ. എപ്പോ എത്തി നീ ഒതുക്കി ഓടിച്ചു നീ. ഞാൻ നിന്നെ ഒരു മൊണ്ണയാന്നല്ലേ കരുതി. നീ ഓക്കെ സാർ, ഓക്കെ സാർ. പറയടോ ഇൻസ്പെക്ടറെ. സാറേ, എന്ത് വേണേലും തരുന്നു പറഞ്ഞല്ലോ. അവനെ പിടിച്ചു സാറേ. താനവനെ പിടിച്ചോ? അതെ സാറേ. അവനെയും കൂട്ടിക്കൊണ്ട് എന്റെ വീട്ടിലേക്ക് താവാ. ഞാനും എന്റെ മരുമോനും കൂടി അവിടേക്ക് വന്നേക്കാം. 1 മണിക്കൂറിൽ അവിടെ ഉണ്ടോ സാർ? എന്തിനാ വെറുതെ പ്രശ്നം? അങ്ങേരോട് ഒരു വാക്ക് ചോദിക്കാം. ഹലോ സാർ, ECR അടുത്തുള്ള റിസോർട്ടിലേക്ക് ആ അക്യൂസ്റ്റിനെ ആരോ കടത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് സാർ. തിരിച്ചു പോവാൻ നോക്കടോ. അവനല്ല അക്യൂസ്റ്റ്. അല്ല സാർ, കടത്തിയവരെ ഫോളോ ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് സാർ. അവൻ തന്നെ അക്യൂസ്റ്റ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ വിട്ടോ. സാർ, ഞാൻ എന്തുകൊണ്ടാ പറയുന്നതെന്ന് വെച്ചാൽ അവൻ ഇവിടെ ഉണ്ട് സാർ. ഞാൻ പറയുന്ന മാത്രം കേട്ടാ മതി. ഫോൺ വെക്ക്.
എന്തോ പ്രശ്നമുണ്ടല്ലോ. മക്കളെ നിങ്ങൾ പൊക്കോളൂ. നിങ്ങളോട് പോവാൻ പറഞ്ഞല്ലേ പൊയ്ക്കോ. വലിയ വീട്ടിലെ പിള്ളേർ പോലുണ്ട്. ആ പിള്ളേരെ കഷ്ടപ്പെട്ട കടത്തിക്കൊണ്ടുവന്ന് പോലീസ് ഞങ്ങളുടെ പുറകെ വന്ന് അവരെ രക്ഷപ്പെടുത്തി സാർ. സാറേ എനിക്ക് ആ ഇൻസ്പെക്ടർ വലിയ സംശയമുണ്ട്. എന്താ കൃഷ്ണ? സാറേ ഇവിടെ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ പിള്ളേർ പിടിച്ചോണ്ട് വന്ന ആ ചെറുക്കനെ നിങ്ങളുടെ പോലീസുകാർ പറഞ്ഞു വിട്ടെന്ന്. എന്താ ഞാൻ പറയേണ്ടതൊക്കെ അയാൾ എന്നോട് പറയുന്നത്. മണ്ടോ സാർ, നിന്നോട് ഞാൻ എന്താടോ പറഞ്ഞ്? അവനെന്തിനാ നീ പറഞ്ഞു വിട്ടെ? ഹലോ, സൂക്ഷിച്ച് സംസാരിക്കണം സാർ. സാർ തന്നെയല്ലേ വിടാൻ പറഞ്ഞ? അതൊക്കെ പോട്ടെ, വേഗം ചെന്ന് അവനെ പിടിച്ച് എന്റെ കയ്യിലോട്ടിങ്ങതാ. സാർ ഞങ്ങളെ വട്ടന്മാരാക്കണോ? സാർ തന്നെ വിടാൻ പറയുന്നു, സാർ തന്നെ പിടിക്കാൻ പറയുന്നു. ഇനി അതൊന്നും പറ്റില്ല സാർ. ഡോ, ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, അറിയാലോ. ഡോ, നിന്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ എന്റെ ആൾക്കാരാ. ഡോ, അതൊക്കെ പിന്നീട് നോക്കാടോ. വേഗം ചെന്ന് പിടിക്കടോ. ആ നീയാരോ നീയാരോ പൊന്മീനോ എടിച്ചാരത്തിരി നീ കണ്ണല്ലേ എടി കണ്ടപ്പോൾ ഓ കണ്ണോരം നീ നോക്കി കൊതിച്ചതല്ലേ കുറുമൊഴി കളമൊഴി ഉയരെ നീളെ പറക്കാം കൺമണി പൊന്മണി മണി 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 We love you, money. We love you, money. We love you, money. We love you, money. നീയാരോ നീയാരോ പൊന്മീനോ എടിച്ചാരത്തിരി നീ കണ്ണല്ലേടി കണ്ടപ്പോൾ ഓ കണ്ണോരം നീ നോക്കി കൊതിച്ചതല്ലേ നീ അഴകടി ഹിമലരു നീ കയ്യമണിയുണ്ടേൽ സ്റ്റൈല് വൈറ്റ് നീ ബ്ലാക്ക് നീ മയക്കം മയക് സ്റ്റൈല് സ്മൈൽ 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 Because Mona Lisa sa 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 We love you, money. We love you, money. ഉലകിൻ സന്തോഷം നീയാ കുളിരും പകരുവതും നീയാ അമടപ്പെട്ടിയിലും നീയാ അച്ചാറു കുപ്പിയിലും നീയാ ദേവലോകക്കനി നീയാ വേഷം മാറ്റുവതും നീയാ ഏടുകെട്ടുകളിൽ നീയാ എല്ലാവർക്കും പ്രേമസഖി നീയാ മൊണാലിസ മൊണാലിസ
दो दे दे दो 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 दे दे दो दे दो दे दो മണി 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 മണി. എന്തൊക്കെയാണെന്ന് അറിയില്ല. ആദ്യം പോലീസ് വെറുതെ വിട്ടു, പിന്നെ പോലീസ് പിടിച്ചു, രണ്ടുപേര് കടത്തിക്കൊണ്ട് പോയി, പിന്നെയും പോലീസ് വെറുതെ വിട്ടു. വെറുതെ വിട്ടില്ലേ, വിട്ടുകളാ. പോടാ എല്ലാത്തിനും കാരണം നീയാ. കണ്ടില്ലേ, ഇപ്പൊ കടത്തിക്കൊണ്ട് പോയവൻ ആ പബ്ബി വെച്ച് കണ്ട ഏജന്റ് കൂടെയുള്ളവരാ. ഇത് കേട്ടോ അളിയാ, ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കാശിന് വേണ്ടി തോന്നിവാസം കാണിച്ചതൊക്കെ എന്റെ അമ്മയും അച്ഛനും കാണും അറിഞ്ഞുണ്ടല്ലോ. ചുമ്മാ പിച്ചും പെയ്യും പറയാതെ. എടാ മച്ചു, ആ പോലീസുകാരനെ നമ്മുടെ മത്തായിയുടെ കൂടെ ജോഗിങ് പോകുമ്പോ എവിടെയോ കണ്ടിട്ടുണ്ട്. നീ എന്താ പറഞ്ഞു വരുന്നത്? അതെ. മത്തായി? അയ്യോ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി എടുത്ത് മത്തായിയെ കാണാൻ പോവാം. ഓഹോ, അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യുന്നത് ഞാൻ കണ്ടതാ. എന്തോ രണ്ടുപേരും കൂടി വല്ല തുണ്ടുപടം കാണാണെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഇതാണ് കാര്യമല്ലേ? ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഇവിടെ തന്നെ ഇരുന്നിട്ട് എന്ത് പണിയാ നിങ്ങൾ ഒപ്പിച്ചു വെച്ചത്? എല്ലാം പോട്ടെ, എന്റെ പിള്ളേരല്ലേന്ന് ഞാൻ വിചാരിച്ചു. മത്തായി, താൻ പറഞ്ഞ ആ പോലീസുകാർ കേക്കുവോടോ? അവൻ ബാച്ചിലറായിരുന്ന സമയത്ത് നിങ്ങളെപ്പോലെ എനിക്ക് വാടക തന്ന് അവൻ ഇവിടെ കഴിഞ്ഞവനാ. അവൻ SI ആയതിനു ശേഷവും എന്നെ വലിയ കാര്യാ. ഹലോ ഹലോ ഡൂഡേ, സുഖമാണോ? ഡോ കിളവാ, മര്യാദക്ക് ഫോൺ താഴെ വെച്ചോ. ഞാൻ അല്ലെങ്കിൽ തന്നെ ആകെ ടെൻഷനിലിരിക്കുക. എന്താ? ഓ, ദേഷ്യപ്പെടാതെ. നിങ്ങൾ അന്വേഷിക്കുന്ന ആള് എന്റെ ചെക്കനാ. എന്താടോ പറയുന്നത്? ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഫോൺ ചെയ്തത്. അതിരിക്കട്ടെ, ഇപ്പൊ ഞാൻ അവന്മാരെ എവിടെ കൊണ്ടുവരണമെന്ന് സാറ് തന്നെ ഒന്ന് പറ. ഒരു കാര്യം ചെയ്യേ, ആ പിള്ളേരെ ലേക്കിനടുത്തേക്ക് കൊണ്ടുപോവാ. നീ പോകുന്ന പരിപാടിക്ക് എന്നെയും കൂടി കൂട്ടുമോ മതിനെ? പന്നക്കിളവാ. എന്നാ വേണ്ട. ആ രവി, പറയൂ സാർ. നമ്മുടെ ബുള്ളറ്റ് എടുത്തോണ്ട് ലേക്കിനടുത്തേക്ക് വാ. ഓക്കെ സാർ. അയ്യോ, അവളുടെ വിളി തുടങ്ങിയല്ലോ. ആ, നീ പറയേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വണ്ടിയും കൊണ്ട് പോയിട്ട് എത്ര നേരമായി? 6 മണിക്ക് എനിക്ക് ജിമ്മിൽ പോകണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ മനുഷ്യ? ചെറിയൊരു കേസ് ഉണ്ടായിട്ടുണ്ട്, അത് പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ ഉടനെ തന്നെ വന്നേക്കാം. കേസ് പറഞ്ഞു നോടുന്നാലോണ്ടോ പഞ്ചറാക്കി കളയും ഞാൻ. ശരി, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. നിങ്ങൾ എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. മര്യാദക്ക് എന്റെ വണ്ടി 6 മണിക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കണം, പറഞ്ഞേക്കാം. അതെ സാറേ. എന്താ സാറേ? എന്റെ ഭാര്യ വണ്ടി എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞ് 111 പ്രാവശ്യം ഫോൺ ചെയ്ത് മനുഷ്യന്റെ ജീവൻ എടുത്തോണ്ടിരിക്കുക. വീടിനടുത്ത് തന്നെ വണ്ടി ഇരിക്കുന്നത്. ഞാൻ അതിനെടുത്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ വന്നേക്കാം സാറേ. എടോ, SI വളരെ ടെൻഷനിലാ പോയത്. ആണെങ്കിൽ പോയിട്ട് വേഗം വരണം. ഡ്രൈവർ ഒന്ന് നിർത്തിയേ. ശരി, പെട്ടെന്ന് തന്നെ വന്നേക്കാം സാറേ. സാർ, ആ ലേഡി വിളിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. ചെന്ന് നോക്കുമ്പോ അവര് മരിച്ചു കിടക്കായിരുന്നു സാർ. ഉടനെ ഞാൻ പുറത്തേക്ക് വന്നപ്പോ അവരുടെ കെട്ടിയവൻ കണ്ടു സാറേ. അങ്ങനെ എന്നെ പിടിക്കുമെന്നോർത്ത് ഞാൻ മതില് ചാടി പുറത്തേക്ക് വന്നപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ പെട്ടുപോയത്. ഞാനൊരു പാവമാണ് സാറേ, സത്യമായിട്ട് ഇങ്ങനെ സാർ നടന്നേ. അവരൊക്കെ വലിയ ആൾക്കാരാ. ഈ മത്തായി പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഇതൊക്കെ ക്ഷമയോടെ കേട്ടോണ്ടിരിക്കുന്നത്. മരിച്ചുപോയ ആ പെണ്ണുണ്ടല്ലോ, അവളുടെ അച്ഛൻ വലിയ പുള്ളിയാ. ഇൻസ്പെക്ടർക്ക് പോലും അങ്ങേരെ കണ്ടാ മുട്ടു വരയ്ക്കും. എന്റെ അറിവില് നിങ്ങളെയൊന്നും വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. എന്താ വീര ഇത്? നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യമാണോ? നമ്മുടെ കുട്ടികളാ, നോക്കിയും കണ്ട് ചെയ്യേ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കളവാ? പിന്നെ എന്തിനാ ജോലിക്ക് വന്നത്? സാറേ, എന്റെ ഫ്രണ്ടിനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു വഴിയുണ്ട് സാർ. അതിന് സാറ് വേണം ഹെൽപ്പ് ചെയ്യാൻ. അവന്റെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ. ശരി, നോക്കാം. വരട്ടെ മത്തായി. നമുക്ക് കാണാം. താങ്ക് യു സാർ. ബൈ. ആ പെണ്ണിനെ കൊന്ന് പൈസ എടുത്തോണ്ട് പോയത് ഒന്നെങ്കിൽ ആ ഇൻസ്പെക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഏജന്റ് ആയിരിക്കും. കൊല്ലപ്പെട്ട ആ പെണ്ണിന്റെ അച്ഛൻ ഏതോ വലിയ ആളാണെന്ന SI പറഞ്ഞില്ലേ? ഇപ്പം നമ്മുടെ അടുത്തുള്ള ഒരേ ഒരു വഴി നടന്ന കാര്യം അവന്റെ അടുത്ത് പോയി പറയുക എന്നുള്ളതാണ്. ഓ, അപ്പൊ അയാളുടെ കൈ കൊണ്ട് തന്നെ എന്നെ കൊല്ലാൻ നീ തീരുമാനിച്ചല്ലേ? പോടാം. എടാ, അങ്ങനൊന്നും സംഭവിക്കില്ല. പഞ്ചായത്ത് ഇവനെ കൊണ്ട് തോറ്റി. എടാ പമ്പര വെട്ടി, വേറെ സ്ഥലം കിട്ടിയില്ലേ നിനക്ക്? എടാ, എന്റെ ലക്കി ചാമിനെ ഒന്നും പറയാൻ പാടില്ല. പല സ്ഥലങ്ങളിലും പലരെയും രക്ഷിച്ചത് അയാൾ ഒരൊറ്റ ആളാ.
ഡാ അത് വിട്. നീ തിരുട്ടുപേരെന്നുള്ള തമിഴ് പടം കണ്ടോ? ഇല്ല. പടത്തിലെ തന്റെ വൈഫിന് രഹസ്യബന്ധം ഉണ്ടെന്നും പറഞ്ഞ് ഹീറോയെ വരെ കൊല്ലുന്നുണ്ട്. അറിയാമോ നിനക്ക്? എടാ അങ്ങനൊന്നും സംഭവിക്കില്ല, ചുമ്മാ എന്തെങ്കിലും പറഞ്ഞോണ്ട്. ഇപ്പൊ SI നമ്മുടെ പക്ഷത്തുണ്ട്. എടാ അതൊക്കെ ശരിയാവോ? എടാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ വാടാ. ഓക്കെ ഡ്യൂഡ്, എനിക്ക് ഒരുപാട് പണിയുണ്ട്, ഞാൻ പോവാണ്. പിന്നെ കളക്ടർ ഉദ്യോഗമല്ലേ, നീ വാടാ. വണ്ടി എടുക്ക, ഒന്ന് പോടാ. എടാ പോലീസ്, എടാ പോലീസ്, പോലീസോ? എടാ എടാ മദൻ, റൂമിന്റെ താക്കോലിന്റെ പോലീസ് ഓടിച്ചോണ്ടിരിക്കുമ്പോഴാണ് തന്റെ താക്കോല് ഇതെടുക്കും പറഞ്ഞു. ഈ മത്തായി ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ പോലീസിനെ പേടിക്കണത്? ഈ മത്തായി ഒരു സ്കെച്ച് ഇട്ടാ അതിൽ ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ഇപ്പൊ നീ എവിടെയാ ഉള്ളത്? ശക്തി നഗർ വഴി വന്നോണ്ടിരിക്കാം. എന്നാലേ നീ തിരുമല നഗറിലേക്ക് വാ, ബാക്കി എല്ലാം ഞാൻ നോക്കിക്കോളാം. ആ ശരി, ഇപ്പൊ വിട്ടോ 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 വിട്ടോ. എന്തിനാ അങ്ങോട്ട് പോകുന്നേ? ഇപ്പൊ പോലീസ് പുറകെ കൊണ്ടാ, പോടാ. ജീപ്പിൽ എന്നെ കൊണ്ടുപോകും. മത്തായി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെട്ടു പോകണോ? എന്തോന്നാ സാറേ, ഞങ്ങളുടെ ഏരിയ വന്നിട്ട് പ്രായമുള്ള മനുഷ്യനെ അടിച്ചിട്ട് എസ്കേപ്പ് ആവുന്ന രക്ഷപ്പെട്ടു പോകാന്നല്ലേ നിന്നോട് പറഞ്ഞു. വണ്ടി എടുക്ക, വണ്ടി എടുക്ക, വിട്ടോ 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 വിട്ടോ. 1000 അക്യൂസ്ഡ് രക്ഷപ്പെടാം, പക്ഷെ ഒരു നല്ല മനുഷ്യൻ മരിക്കരുത്. ഇയാൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം. ഒക്കെ എടുക്ക്, വേഗമാവട്ടെ. ഇവനെന്താടോ ഒരു ബന്ധമില്ലാണ്ട് പറഞ്ഞു? വഴിക്ക് ആശുപത്രിയിലുണ്ട്, അവിടെ ഇറങ്ങിട്ട് പോവാൻ സാറേ നമുക്ക്. പണ്ടാരടങ്ങ കേറ്റിക്കൊണ്ട് പോവാ. വണ്ടിയെ കയറ്റണോ? അയ്യോ നേരെ ഒരുത്തൻ നേരെ കണ്ടു. ഒന്ന് വേഗം പോടാ. എല്ലാരും നമ്മുടെ പുറകെ തന്നെ സമ്മതിക്കില്ലേ? നിക്ക് നിക്ക് നിക്ക്, എന്നെയും കൂടി ഒന്ന് കയറ്റി. വിട്ടോ 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 വിട്ടോ. പറയൂ തോമസേ. ഹലോ എൻസിൻ, ഞാൻ മൂത്രം വെച്ചോണ്ടിരിക്കുമ്പോ അക്യൂസ്റ്റിന്റെ മുന്നിലൂടെ പോയി. ഞാൻ അവനെ പിടിക്കാൻ വേണ്ടിട്ട് ഒരാളോട് ലിഫ്റ്റ് ചോദിച്ച് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കണ്ടില്ല, ഗണപതി ക്ഷേത്രത്തിന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. ക്ഷേത്രത്തിന്റെ അടുത്തോട്ടോ? ഓക്കെ ഓക്കെ. എടാ നീ ഒന്ന് വണ്ടി നിർത്തിക്കേ. ക്ഷേത്രം ഇത് തന്നെ, ക്ഷേത്രത്തിന്റെ ഇടത്തോട്ട്. അങ്ങനെയാണെങ്കിൽ ഇടത്തോട്ട് തന്നെ പോയിക്കോ. വിട്ടോ 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 വിട്ടോ. സാറേ നൊരയും പതിയൊന്നും വരുന്നില്ല, വേണം വല്ല വണ്ടിയിലും കയറ്റി വിട്ടേക്കാം നമുക്ക്. അയ്യോ നൊര വരുന്നുണ്ട് വരുന്നുണ്ട്. പൊക്കോ പൊക്കോ പൊക്കോ, അങ്ങോട്ട് പൊക്കോട്ടെ. എന്തിനാ ഇവിടെ നിർത്തുന്നേ? എടോ എനിക്ക് പോണ്ട ഇങ്ങോട്ടാ. ഒന്ന് അങ്ങോട്ട് വിട്ടേര്. അയ്യോ ഇവിടെ ഒരു പോലീസുകാരൻ നിപ്പുണ്ടല്ലോ, തുറച്ചു നോക്കുന്നുണ്ടല്ലോ. അയ്യോ പുറകെ വരുമെന്നാ തോന്നുന്നത്. ഇവരിതിനെ ഇങ്ങോട്ട് പോകുന്നേ? ആദ്യം പെണ്ണുമ്പിളയ്ക്ക് കൊണ്ട് വണ്ടി കൊടുത്തിട്ട് മതി ബാക്കി കാര്യം. പറയൂ തോമസേ. ഐശ്വൻ നിങ്ങൾ എവിടെയോ? ക്ഷേത്രത്തിന്റെ അടുത്തോട്ട്. ഞങ്ങൾ വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അയ്യോ ക്ഷേത്രത്തിന്റെ അടുത്തല്ലേ വരാൻ പറഞ്ഞേ? ക്ഷേത്രത്തിന്റെ അവിടെ അടുത്തോട്ട് തന്നെ വരുന്നേ. ഞങ്ങളുടെ അയ്യോ തിരിച്ചു പോ. അവൻ ആ കൊല നടന്ന വീട്ടിന്റെ അടുത്തേക്കാ പോന്നെ. വേഗം പോ. ശരി ശരി ഓക്കെ. തിരിക്കി. അത് സാറേ, ഞാൻ എന്റെ പെണ്ണുമ്പിളിക്ക് വണ്ടി കൊണ്ട് കൊടുക്കാൻ പോകുന്ന സമയത്ത് ആ പയ്യൻ ഇതുവഴി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. മിക്കവാറും ആ പയ്യൻ ആ കൊല നടന്ന വീട്ടിലേക്കായിരിക്കും പോയിരിക്കുന്നെന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. ഇപ്പൊ സാർ എവിടെയാ ഉള്ളത്? ഒരു കിളവനുണ്ടല്ലോ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ വന്ന് എടുത്ത് ചാടി. അയാളെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ECR റോഡ് വഴി വന്നോണ്ടിരിക്കുക. ECR റോഡിലോ? സാറുണ്ട് ഇവിടെ? സാറ് നിങ്ങളോട് വരാൻ പറഞ്ഞോ? എന്നാൽ അകത്ത് വാ. നിർത്ത്. എടോ നിർത്താനാ പറഞ്ഞത്. എന്റെ അടുത്ത് ഒറിജിനൽ ലൈസൻസ് ഉണ്ട് സാർ. എന്തൊരു തലയാണോ ഇത്? തന്റെ അടുത്ത് ഞാൻ ഹെൽമെറ്റും ചോദിക്കില്ല, ലൈസൻസും ചോദിക്കുന്നില്ല. ECR റോഡിലേക്ക് പോകാൻ എനിക്കൊരു ലിഫ്റ്റ് വേണം. ECR റോഡിൽ നിന്നാ സാറേ ഞാൻ വരുന്നത്. എടോ ഒന്നുകൂടെ ECR റോഡിൽ പോയിട്ട് തിരിച്ചു വന്നാ പോരെ? വേണ്ടി തിന്നുന്നവന്മാര്. വിട് പെട്ടെന്ന് വെറുതെ പിടിക്കാതെ സാറേ. സാർ നിങ്ങളുടെ മരുമകൻ മൊബൈൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം കടയിൽ വന്നിരുന്നു. ഞാൻ ആരുടെ മൊബൈൽ കിട്ടിയാലും അതിലുള്ളതെല്ലാം കോപ്പി ചെയ്യും. അതുപോലെ തന്നെ ഞാൻ അന്നും കോപ്പി ചെയ്തു സാർ. അതിൽ നിങ്ങളുടെ മരുമകന്റെ കോൾ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു സാർ. അതെല്ലാം ഈ മൊബൈലിലുണ്ട് സാർ. ആ കോൾ റെക്കോർഡിലൂടെ ഈ വീട്ടിൽ പൈസ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി സാർ. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിനെ പറഞ്ഞു വിട്ടു. അവൻ വന്ന് നോക്കുമ്പോഴേക്കും നിങ്ങളുടെ വൈഫ് മരിച്ചു കിടക്കുകയായിരുന്നു സാറേ. അത് കണ്ട് പേടിച്ച് എൻ്റെ ഫ്രണ്ട് രക്ഷപ്പെടാമെന്ന് വെളിയിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ കണ്ടത്. പോലീസും പിടിച്ചു സാറേ. ഇതാണ് സാർ സംഭവിച്ചത്. സത്യമായിട്ട് എങ്ങനെയാ സംഭവിച്ചത്? അമ്മാവാ ഇവൻ കള്ളം പറയണം അമ്മാവാ. സാറേ പ്ലീസ് സാറേ, ഞാൻ പറയുന്നത് വിശ്വസിക്കും സാറേ. വിശ്വാസം ഇല്ലെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് സാറേ.
പെട്ടെന്ന് തന്നെ ആ കാശ് എടുത്ത സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കണം. പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട്, എടുത്തോളണം. ഒരാഴ്ചയാവും അമ്മാവാ. സാർ, സാറിന്റെ മരുമോൻ കുറെ നേരം വിളിച്ചോണ്ടിരിക്കുന്നു. എങ്കിൽ താനൊന്ന് അറ്റൻഡ് ചെയ്യും. ഞാനിപ്പോ ശരി സാറേ. അമ്മാവാ, 2 കോടി രൂപ ഞാൻ ഹാളിൽ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. 2 ദിവസത്തിൽ ഞാനൊന്ന് നാട്ടിൽ പോവും. കാശിന്റെ ആവശ്യത്തിന് വേണ്ടിയാ. വരാൻ ഒരാഴ്ചയോ. ഹലോ, ആ സ്ഥലം നമ്മുടെ കയ്യിൽ നിന്ന് പോവാൻ പാടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആ കാശ് എടുത്ത സ്ഥലത്തിന് കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ആ സ്ഥലം എങ്ങും പോകത്തില്ല. ആവശ്യമുണ്ടെങ്കിൽ ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട്, എടുത്തോളണം. ഒരാഴ്ചയാവും അമ്മാവാ. ഒരാഴ്ചയാവോ? ഇൻസ്പെക്ടർ അയാളാ. നമസ്കാരം സാർ. മുതലാളി അകത്തുണ്ടോ? ആ സാർ, അകത്തുണ്ട് സാർ. മോനെ, ഇൻസ്പെക്ടർ എന്റെ മോളെ കൊന്നത്. ഒരു മണിക്കൂറിൽ അവിടെ ഉണ്ടോ സാർ? ഇതൊക്കെ ഒരു സിഗ്നലാണ്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്തായി നോക്കുന്നേ? വൃത്തികെട്ടവന്മാരാ, ഇല്ലെങ്കിൽ നമ്മളെ തട്ടിക്കളയും. ഇങ്ങോട്ട് നോക്ക്. കാശ് നിന്റെ അടുത്താ ഉള്ളതെന്ന് എനിക്ക് നല്ലോണം അറിയാം. മര്യാദക്ക് തരുന്ന നല്ലത്. പൊട്ടിക്കും ഞാൻ. സത്യം ഞാൻ പറയാം സാറേ. ആ ഏജന്റ് പറഞ്ഞിട്ടാ പണം എടുത്തേ. അത് അയാളുടെ കയ്യിലുണ്ട് സാറേ. ഇപ്പൊ അയാൾ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. സാറിന് വിശ്വാസം ഇല്ലെങ്കിൽ അയാളുടെ അടുത്തേക്ക് നമുക്ക് പോവാം. എന്റെ അടുത്താണോടാ അവന്റെ കളി? നടക്കടാ. അതൊക്കെ അവിടെ കിടന്നോളൂ. നടക്ക്. എന്ത് സിമ്പിളായിട്ടാണ് വെടിവെച്ച് കൊന്നത്. കണ്ടോ? ഇത് സാറിനെ അറിയിക്കണം. ആ പോലീസ് വണ്ടിയുടെ അടുത്ത് നിർത്താൻ. ഇവിടെ നിർത്താനാ പറഞ്ഞത്. നിർത്താൻ സാറേ. പറയടാ. സാർ, ആ ഇൻസ്പെക്ടറിനെ എനിക്ക് ശരിക്കും ഡൗട്ട് ഉണ്ട് സാർ. സാർ നോക്കിയിരുന്നാ കൊള്ളാം. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. പറഞ്ഞു തരുന്നതിനുള്ള അയാൾ വന്നല്ലോ. ഡ്രൈവർ, ഇൻസ്പെക്ടറിന്റെ വണ്ടി പോലെ നിർത്ത്. ഒരു മിനിറ്റ്. സംതിങ് റോങ്. നമസ്കാരം സാറേ. സാറേ, ഇവന്മാർ നിങ്ങളടുത്ത് കുടുങ്ങിയോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഒരു കാര്യം ചെയ്യ്, വേഗം സ്റ്റേഷനിലേക്ക് വിട്ടോ. ശരി സാർ. എന്ത് പറഞ്ഞാലും അനുസരിച്ചോളൂ. സാറിനെ പിടിക്കാൻ പോലീസിനെ അയക്കാണെന്ന് തോന്നുന്നു. ഡ്രൈവർ, വണ്ടി സ്റ്റേഷനിൽ വിട്. വണ്ടി എടുക്ക്. സാറിനെ ഇൻഫോം ചെയ്യണം. ശരി അനിസ്റ്റൻ, വിളിച്ചു പറ. സ്വപ്നകൃഷ്ണൻ എവിടെയാണോ? മര്യാദയ്ക്ക് വന്നോ? തന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുവേ. എന്റെ ഈശ്വരാ, ഈ സമയത്ത് ഒരു ഫോണും. ഈ എസ് ഐ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണ്. റിസോർട്ടിലോട്ട് വാ. അങ്ങനെ കോടാൻ അറിയാതെ ഉരുണ്ട് വീണല്ലോ ദൈവമേ. എല്ലാം എന്റെ തലയിലെഴുത്താ. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. ഇവിടെ എന്തുകൂടോ ചെയ്യുന്നത്? സാർ,
ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? സാർ, ഒറിജിനൽ അക്യൂസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി സാർ. ഇവിടെ എവിടെ ഒളിച്ചിരിപ്പുണ്ട്? ഒക്കെ ഞാൻ നോക്കിക്കോളാം, നീ പോയിക്കോ. സാർ, അവൻ ഇവിടെ പോവാൻ പറഞ്ഞില്ലേ, പോ. വേഗം വാ. സാറിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. വേഗം വാ. തടിയും കൊണ്ടൊന്ന് ഓട്. എനിക്ക് നമുക്ക് ആദ്യം ഒരു പ്ലാൻ ഗുഡ് ഐഡിയ. എസ് ഐയുടെ നെറ്റിയിൽ ഗണ്ണ് വെച്ച് ആരടാ ഹാൻഡ്സ് അപ്പ്. സാർ, ഞങ്ങളുടെ സാറിന് വിട്ടേക്ക്, അല്ലെങ്കിൽ ഈ സാറിന്റെ തല ചെതറും. ആദ്യം അത് ചെയ്യടോ. എവിടെ പോയാലും പുറകെ തന്നെ ഉണ്ടല്ലോ. ഇവനെ കൊണ്ട് വലിയ ശല്യമായിരിക്കുക. കാശ് എവിടെയുള്ളെന്ന് മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ. നിങ്ങളെല്ലാം ചേർന്ന് പണം അടിച്ചു മാറ്റിയിട്ട് വേറെന്തോ പ്ലാൻ ചെയ്യുകയാണല്ലേ? അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളുടെ സാറിപ്പോ പുറത്തു വന്നാണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ ദേഷ്യത്തിന് വെടിവെച്ച് കൊന്നളെ. ഇപ്പൊ ഞാൻ വെടിവെക്കുന്നുണ്ടല്ലോ, നോക്കിയോ. ഇപ്പൊ ഞാൻ നിന്നെ വെടിവെക്കും. എടാ കുളം പിടിക്കാത്തവനെ. സാറേ സാറേ, ഞാൻ സറണ്ടർ ആയേക്കാം. സാറേ, സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേക്കാം, എന്നെ ഒന്നും ചെയ്യല്ലേ. ഹലോ, ആ റിസോർട്ടിലേക്ക് വാടോ. ഒറിജിനൽ അക്യൂസ്റ്റിനെ പിടിച്ചു. സാറേ, ഇൻസ്പെക്ടർ പറയാണ്ട് വരാൻ പറ്റില്ല സാർ. ഡോ, ഇനി ഇൻസ്പെക്ടർ ഞാൻ തന്നെയാ. താൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അകത്ത് പോയി നോക്കണോ? ഓക്കെ സാർ. നിങ്ങൾ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. ഞാനാ പറയുന്നത്, നിങ്ങൾ പോയിക്കോ. താങ്ക് യു സാർ. ദൈവം രക്ഷപ്പെടുത്തി. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കാശിന് വേണ്ടി ഒരു പണിക്കുമില്ല. പണം ആരായിരിക്കും അടിച്ചു മാറ്റിയത്? ആരെങ്കിലും കൊണ്ടുപോട്ടെ, നമുക്കെന്താണ്? ഇത്ര പെട്ടെന്നാരാ എൻഡ് കേട്ടിട്ടെ? പണം കൊള്ളയടിച്ചത് ആരാന്നറിയണ്ടേ? എഡിറ്റർ, ആ റിവിൽ പഞ്ചൊന്ന് എടുത്തിട്ടെ. ഞാൻ എപ്പോഴും എന്റെ സെല്ലിൽ പാട്ട് കേൾക്കുമായിരുന്നു. പെട്ടെന്ന് അതങ്ങ് സ്വിച്ച് ഓഫ് ആയി. എന്നിട്ട് കാർത്തിക്കിന്റെ ഫോൺ എടുത്ത് ഒന്ന് പാട്ട് കേൾക്കാന്ന് വിചാരിച്ചപ്പോ ഓൺ ചെയ്തപ്പോ കോൾ റെക്കോർഡാണ് അതിൽ കേട്ടത്. കണ്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി. അതിനുശേഷം ആ പയ്യന്റെ സ്വഭാവം മാറിപ്പോയി. പിന്നെ അവൻ വീട്ടിലേക്കേ വരാറില്ലായിരുന്നു. അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യുന്നത് ഞാൻ കണ്ടതാ. പെട്ടെന്ന് ആ കാശ് കൊള്ളയടിക്കണമെന്ന് പറഞ്ഞു കേട്ടപ്പോ ഞാനാകെ ഞെട്ടി തരിച്ചുപോയി. എന്നിട്ട് അവരാരും അറിയാതെ ഞാൻ അവരുടെ പുറകെ പോയി. അവന്മാര് പണം എടുത്ത് പുറത്തേക്ക് വരികയാണെങ്കിൽ കയ്യോടെ പിടികൂടി അതിലൊരു പങ്ക് പറ്റാമെന്ന് വിചാരിച്ചപ്പോ പെട്ടെന്ന് വീടിന്റെ സൈഡിൽ കൂടി ആരോ കാറിൽ പോയിട്ട് തിരിച്ചു വരുന്നത് ഞാൻ കണ്ടു. ഇനി അവനെങ്ങാനും വീടിനുള്ളിൽ കയറി പണം എടുത്തോണ്ട് പോകണമെന്ന് കരുതി ഞാനൊന്ന് നടുങ്ങി. ചെന്ന് നോക്കിയപ്പോ ആ പണം കൊള്ളയടിക്കാതെ ആ വീട്ടിലെ പെങ്കൊച്ചിനെ കൊന്നിരിക്കുന്നു. പിന്നെ ഞാൻ ആ കാശ് എടുത്തുകൊണ്ട് ആ പെണ്ണിനോട് ക്ഷമയും ചോദിച്ചിട്ട് ഞാൻ അവിടെ നിറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോ കണ്ട കാഴ്ച എസ് ഐ വീരയാണ്. ശരി, തിരിച്ചു പോകാന്ന് വിചാരിച്ചപ്പോൾ എന്റെ പുറകെ വന്ന് പോലീസ് പിടികൂടി എന്താടോ ഈ ബാഗിന്റെ അകത്തെന്ന് ചോദിച്ചാലോ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോ നമ്മുടെ ലക്കിച്ചാൻ വന്നു. എന്റെ ലക്കിച്ചാമിനെ ഒന്നും പറയാൻ പാടില്ല. പല സ്ഥലങ്ങളിലും പലരെയും രക്ഷിച്ചത് അയാൾ ഒരൊറ്റ ആളാ. എങ്ങനെയൊക്കെയോ ഞാനന്ന് വീരയെ കയ്യിലെടുത്തു. എന്ത് വണ്ടിയാടോ ഇത്? പാട്ട വണ്ടി? നമ്മുടെ ഏടിന്റെ പെണ്ണുമ്പിളയുടെ വണ്ടി. അങ്ങനെ ഇരിക്കും. ഞാൻ എങ്ങനെയൊക്കെയോ ലക്കിച്ചാമിന്റെ കയ്യിൽ നിന്ന് ക്യാഷും ബാഗും വാങ്ങി വീട്ടിൽ ചെന്ന് കയറി. അപ്പതേ നമ്മുടെ പിള്ളേര് കുടുങ്ങിന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. എന്തായാലും എന്റെ പിള്ളേരല്ലേ എന്ന് വിചാരിച്ച് ഞാൻ സഹായിക്കാൻ ചെന്നു. ഞാൻ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ട് മരിക്കുന്നതിന് മുമ്പ് തായ്ലൻഡിൽ ചെന്ന് തായ് മസാജ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം. നൗ ഐ ആം ഗോയിങ് ടു Ding 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 ding
അതെ ദേ ദോ 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 അതെ ദേ ദോ ദേ ദോ ദേ ദോ നീയാരോ നീയാരോ പൊന്മീനോ ഇടിച്ചാരത്തിരി നീ കണ്ണല്ലേടി കണ്ടപ്പോൾ ഓ കണ്ണോരം നീ നോക്കി കൊതിച്ചതല്ലേ നീ അഴകടി ഹിമലരു നീ കയ്യമണിയുണ്ടേ സ്റ്റൈല് വൈറ്റ് നീ ബ്ലാക്ക് നീ മയക്കം അഴക് സ്റ്റൈല് സ്മൈൽ 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 Because Mona Lisa sa 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 Love your body Love your body ding 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 ഉലകിൻ സന്തോഷം നീയാ കുളിരും പകരുവതും നീയാ അമടപ്പെട്ടിയിലും നീയാ അച്ചാറു കുപ്പിയിലും നീയാ ദേവലോകക്കനി നീയാ വേഷം മാറ്റുവതും നീയാ ഏടുകെട്ടുകളിൽ നീയാ എല്ലാവർക്കും പ്രേമ സഖി നീയാ മൊണാലിസ money, 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 money.